ഒരു മിനിറ്റ് വർക്ക് ചെയ്തോട്ടെ മോനെ, ബാക്ക് ലൈറ്റ് വല്ലതും പോകുന്നതാണോ എന്ന് അറിയാനേ. ഇന്നലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നിന്ന് പോയതല്ലേ? ആ, കഴിഞ്ഞ് പിന്നെ ഓണാകലായിരുന്നു. ആ, എടാ ഇത് മാറ്റിക്കും മോനെ, ഇവിടുന്ന് മാറ്റിക്കും മോനെ, പെട്ടെന്ന് മാറ്റിക്കും. ഇത് സ്പോൺസർഡ് ബൈ മ്യൂസിയം എന്ന് എഴുതി മാറ്റിയാലേ. ഓക്കെ, പെട്ടെന്ന് മാറ്റിക്കും. പിന്നെ ഒരു സ്പീക്കർ സെറ്റ് ചെയ്യണം. ഇത് നല്ല ഫ്രണ്ട് ഗ്ലാസ് ഉള്ളത്, നല്ല പൊട്ടാനുള്ള ചാൻസ് കുറയും. അതുകൊണ്ട് ഞാൻ പണ്ട് ഇതുപോലെ ഗ്ലാസ് ഉള്ള സെറ്റ് നോക്കി എടുക്കുമായിരുന്നു. ഈ സെറ്റാകുമ്പോൾ ഇത് ഗ്ലാസ്സാണ്, നമുക്കൊരു വിഷയം വരികയില്ല. തല്ലി പൊട്ടിച്ചാൽ ഗ്ലാസ് അങ്ങനെ അധികം പൊട്ടുകയുള്ളൂ. മറ്റേത് വലിയ പ്രശ്നമാണ്, അത് ഫ്രെയിം ഇല്ലാത്തതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ, അതെനിക്കറിയാം. പിന്നെ നിങ്ങൾ അവിടെ അന്നേരം ലൈറ്റ് ചുമല കത്തുന്നുണ്ടായിരുന്നു അല്ലേ? ആ, അപ്പോൾ കറണ്ട് വരാത്തതല്ല. അപ്പം നിലവിൽ ഇതിന് കുഴപ്പമൊന്നും കാണുന്നില്ല. കൊണ്ട് ഉപയോഗിച്ച് നോക്ക്. ചിലപ്പോൾ ഇത് കോമ സ്റ്റേജിലേക്ക് കൂടുതൽ നേരം ഉപയോഗിച്ചിട്ടേ അന്നേരം പോയതായിരിക്കും. അതിപ്പം ഞാൻ പവർ നോക്കി ഇത് ഓണായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൂട്ടി തന്നെ തിരിച്ചു കയറ്റിക്കും. സ്പീക്കർ ഓണം ചെയ്തോ മോനെ? അല്ലല്ല, സോണി ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവിടെ ഇട്ട് പൊട്ടിച്ചോ, അത് സ്പീക്കർ അങ്ങ് എടുത്താൽ മതി. ആ, രണ്ടും കൂടെ ഒന്നിച്ച് സീൽഡ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? കത്തി എടുത്തോ. അപ്പം 5 എണ്ണം വന്നായിരുന്നു, ഇപ്പോൾ 5 എണ്ണം കിട്ടിയല്ലേ? ഓക്കെ. ഇത് വിയറ്റ്നാമാ, മെയ്ഡ് ഇൻ വിയറ്റ്നാമാ, ചൈനയല്ല. ഏതാ? അത് ഞാൻ ഇപ്പോൾ കമ്പനി ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. പുതിയ റേറ്റ് നോക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയാതെ. പഴയ വില കൂടുതലാണ്, 19,900 MRP കിടക്കുന്നത്. ഇപ്പോൾ ഏപ്രിലായല്ലോ പുതിയ. ആ, അത് ഞാൻ പറയാം. ബില്ലുണ്ട്, വണ്ടിയിൽ ഇരിപ്പുണ്ട്. ആ, വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഞാനത് അടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിൻ്റെ നോക്കിയേ. ആ, നോക്കിയേ, അത് താഴോട്ട് ഇറക്കി വെച്ചേ. എന്നാൽ വണ്ടിയിലുണ്ട്. പൊട്ടിക്കാൻ പറ്റേ, പ്ലീസ് വെയിറ്റ്. ആ, സ്മാർട്ടിന്. ഓക്കെ, ശരി. 3 ഇയർ ആണോ? അത് 19,990 സെറ്റാണ്. അത് MRP ഉള്ളതാണ്. അത് നമുക്ക് 12,990 തരാം. അത് തരാം. എന്നാൽ അത് മതിയോ, അതോ ഊഫറൊക്കെ കയറ്റണോ? അല്ല, അത്രയും വിലയുള്ള TV വേണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെയുള്ള ഏതെങ്കിലും TV കുറഞ്ഞത് നോക്കി മേടിച്ചാൽ മതി. നമ്മൾ ആ ഒറ്റ സാധനവും സോണിയും മാത്രമേ ചെയ്യുന്നുള്ളൂ. സോണി 26,000 രൂപ വില. അപ്പോൾ ജസ്റ്റ് TV ഒന്ന് കണ്ടാൽ മതിയെങ്കിൽ നോർമൽ TV കിട്ടും. നോർമൽ TV ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 8 രൂപ 9 രൂപ 10 രൂപ താഴെ കിട്ടാൻ വഴിയും. 24 ഇഞ്ചുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കില്ല അവർക്ക് കൊടുക്കാൻ. അപ്പം പിന്നെ ആൻഡ്രോയിഡ് TV മേടിച്ച് പൈസ കളയണമെന്ന് ഞാൻ പറയില്ല. അതായത് നോർമൽ TV കിട്ടും. നോർമൽ TV ആണ്, എന്നാണ് 2,000 രൂപ വില എപ്പോഴും കുറയും. കാരണം വെച്ചാൽ ആൻഡ്രോയിഡ് ആകുമ്പോൾ ഓണായി വരാനും താമസമാണ്. അറിയത്തില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ നല്ല സാധാരണ TV ആണ്, തന്നെ ഓണാക്കുമ്പോഴേ പണം വന്നോളൂ. അത് മേടിച്ചാൽ മതി. എന്നാൽ ഇത് ചെയ്ത് തന്നേക്കാം. ഓക്കെ. ആ, ഏറ്റവും ഡിമാൻഡുള്ളത്, ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സാധനം JBL ആണ്. ഉള്ള കാര്യം ഫ്രാങ്കായിട്ട് ഞാൻ പറയണം, JBL ആണ് കൂടുതൽ നമുക്ക് വരുന്നത്. പിന്നെ സോണി ഫാൻസുകാരുണ്ട്, അവർക്ക് JBL അല്ല, ഇനി സ്വർണ്ണക്കട്ട കൊടുത്താലേ അവർ സോണിയെ മേടിക്കുകയുള്ളൂ. വളരെ മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം ഒരു പുള്ളി വന്ന് എല്ലാം പഠിച്ചിട്ട് അവസാനം പറഞ്ഞു പൈനിയർ നോക്കി ഇതെല്ലാം നോക്കി, എനിക്ക് സോണി മതി.
ആ ഒരു മൈൻഡ് സാറിൻ്റെ മൈൻഡിൽ ഒരു മൈൻഡുണ്ട്. സാറിനൊരു ബ്രാൻഡിനോടൊരു സ്നേഹമുണ്ട്. അതില്ലാതിരിക്കാൻ പറ്റിയാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ പറയില്ല ഇലക്ഷന് വോട്ട് ചെയ്യണമെന്ന്, ആർക്കും പാർട്ടി ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലൊരു പാർട്ടിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സാധനത്തിനോട് ഇത് ഞാൻ ഉള്ള കാര്യം ക്ലിയറായിട്ട് JBL ഹാർമൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പണ്ട് തൊട്ടുള്ള ഒരു ഫേമസ് ഊഫറുകളിലൊരു ഭയങ്കര ഒരു നല്ല കമ്പനിയാണ്. ഹാർമൻ ഗാർഡ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയാണ്. പക്ഷേ അവരുണ്ടാക്കുന്നത് ചൈനയിലാണ്. അവരുടെ ഫാക്ടറി ചൈനയിലാണ്, മെയ്ഡ് ഇൻ ചൈനയാണ് JBL വരുന്നത്. പക്ഷേ സോണി ഉണ്ടാക്കുന്നത് വിയറ്റ്നാമിലാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പിന്നെ പൈനിയർ ഉണ്ടാക്കുന്നതും വിയറ്റ്നാമിലാണ്. അപ്പം JBL എടുക്കണമെന്ന് ഞാൻ പറയല, സോണി എടുക്കണമെന്ന് ഞാൻ പറയല, പൈനിയർ എടുക്കണമെന്ന് ഞാൻ പറയല. 3 പേരും കട്ടയ്ക്ക് ഒരുപോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ്. ഒരുത്തൻ അമേരിക്കൻ ആണെങ്കിൽ, ഒരുത്തൻ ജപ്പാൻ ആണെങ്കിൽ, മറ്റവൻ ജർമ്മനാണ്. അത് പറഞ്ഞ പോലെ ഓരോ ബ്രാൻഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് സാറിന് സോണിയോട് ഇഷ്ടമുണ്ട്, സോണി ചെയ്യാം. ഇത് 3ഉം നമ്മളെ ചതിക്കുകയല്ലാത്ത നല്ല പക്കായിട്ടുള്ള സാധനമാണ്. സോണി വെക്കാണ്, സോണിക്ക് സോണിയുടേതായ വാല്യൂ ഉണ്ട്, JBLന് JBLൻ്റെതായ വാല്യൂ ഉണ്ട്. പിള്ളേർക്കൊക്കെ കൂടുതലും JBLനോട് ഇഷ്ടം. JBL കുറച്ചും കൂടെ ഭൂമുകളാണ്. പിന്നെ പൈനിയർ കുറച്ചുകൂടെ ക്ലാസ് ആൾക്കാർ കൂടുതൽ പൈനിയർ എടുക്കാറുണ്ട്. അപ്പോൾ സാറ് കൺഫ്യൂഷൻ ആകണ്ട, സാറ് ആലോചിക്കുക. ഇപ്പോൾ സോണി പിന്നെ പൈനിയർ വേണേൽ പൈനിയർ തരാം. 1000 രൂപയുടെ വ്യത്യാസമുള്ളൂ. 1000 രൂപയുടെ പൈനിയറും കൂടുകയുള്ളൂ. പിന്നെ JBL ആണ് 1500 രൂപയുടെ വ്യത്യാസമേ വരത്തുള്ളൂ. ഏത് വേണമെങ്കിലും ചെയ്യാം. സോണിക്ക് ആ വില കുറഞ്ഞു പോയെന്ന് ഓർക്കല്ല, നമ്മൾ ആ ബില്ലിങ് അങ്ങനെ ആയതുകൊണ്ട് ആ വില കുറച്ച് കിട്ടിയെന്നുള്ളൂ. നമുക്ക് വില കൂടുന്നതിന് മുമ്പ് കിട്ടിയ സാധനമാണ്. അതുകൊണ്ട് മോള് സോണിയുടെ ആളാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു വാറണ്ടി പേപ്പറുണ്ട്. ഞങ്ങൾ ബില്ലും അടിച്ചു തരും. ഈ വാറണ്ടി പേപ്പറും ബില്ലും കൊണ്ട് നമ്മൾ സോണിയുടെ ഏത് ഓതറൈസ് സർവീസ് സെൻറ്ററിൽ ചെന്നാലും 1 ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടും. അതിപ്പോൾ ഞങ്ങളുടെ ഒരു സഹായവും വേണ്ട. സോണിയുടെ സർവീസ് സെൻറ്ററുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഇതിലുണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ രജിസ്റ്റർ ചെയ്താൽ നമ്മളെ അവർ കോൺടാക്ട് ചെയ്തോളൂ. ആ കാര്യത്തിൽ, സർവീസിൻ്റെ കാര്യത്തിൽ സോണിയെക്കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട. നമുക്ക് ഓൾ കേരള 38-40 സർവീസ് സെൻറ്ററുകളുണ്ട്. എല്ലാ ടൗണിലും തന്നെ. തിരുവനന്തപുരത്ത് 2 കണ്ടുണ്ട്. തട്ടോ, അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള തട്ടിന് പകരം അതാ മറ്റേ ഫ്രണ്ട് ഓപ്പൺ ഉള്ളതിനാണ് തട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ കൂട്ട് പൈപ്പ് ഇടുന്ന ടൈപ്പിന്, അതായത് പഞ്ച് വരുന്ന പൈപ്പ് ഉള്ളതിന് തട്ട് വേണ്ട. കാരണം ഇത് എയർ അതിലേ വരുന്നത്. ഒരു എയർ ഇങ്ങനെ എടുത്തിങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് സാർ നോക്കി ഊളൻ ഒട്ടിച്ചിട്ടുണ്ട്. മറ്റേ തടിയാലല്ല അടിക്കുന്നത്, അത് സ്പോഞ്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് കൈയിട്ട് നോക്കിയാൽ സ്പോഞ്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഫുൾ കവർ ചെയ്തിരിക്കുന്ന, മനസ്സിലായില്ല? പിടിയുള്ളതിനതില്ല, മറ്റേനാണുള്ളത്. എന്നാൽ അങ്ങനെ ഒരു ഒട്ടിയിലുണ്ട് അതിന്. ആ ഒരു മോഡലിന് കണ്ടു, അതൊന്ന് കാണിച്ചു കൊടുത്തത്. അതിനകത്തൊരു ഒട്ടിയിലുണ്ട്. ബ്ലാക്ക് അതിനകത്ത് സ്പോഞ്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് പിടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ല, ഇതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെടുത്ത് വന്നോ, അതായിരിക്കും, കുഴപ്പമില്ല. അതിനൊരു ഇത് വരാൻ വേണ്ടിയിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്കും ആണത്. അത് പിന്നാണോ? ഇത് സോക്കറ്റിൽ കൊടുക്കണോ അതോ ഡയറക്റ്റ് വയർ ഇട്ടാൽ മതിയോ? ഡയറക്റ്റ് വയർ ഇടുവാണ് ഏറ്റവും നല്ലത്. കംപ്ലൈൻറ്റ് അത്രയും കുറഞ്ഞിരിക്കും. സോക്കറ്റ് എന്നാണേലും കുറേ കഴിയുമ്പോൾ ലൂസാവും, ഇതെല്ലാം പ്രശ്നമാവും. കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല കൂടിയ അങ്ങേറ്റത്തെ സോക്കറ്റായിരിക്കണം. അതൊന്നും ഇട്ട് ആരും വരുന്നില്ല. പിന്നെ എത്ര കൂടിയ സോക്കറ്റാണേലും കുറേ കഴിയുമ്പോൾ അതിൽ ക്ലാവ് പിടിക്കുകയോ തുരുമ്പെടുക്കുകയോ ചെയ്യും. ഇപ്പോൾ കോപ്പർ ആണെങ്കിൽ കോപ്പറിന് ക്ലാവ് പിടിക്കും, ഇരുമ്പാണെങ്കിൽ തുരുമ്പെടുക്കും. പക്ഷേ ത്രൂ ലൈൻ ഇട്ടേക്കുവാണെങ്കിൽ വരും. പിന്നെ കാണുമ്പോൾ അതിനാരോ പുറകിൽ പോയി നോക്കുന്നില്ല. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അത് കാണുമ്പോൾ മഹാവൃത്തികേടാണ്, ഞങ്ങൾ സോക്കറ്റ് ഇട്ട് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. സോക്കറ്റ് വെക്കാം. മാസ് ഇച്ചിരി കുറയും. അത് കുറയാതിരിക്കാനാണ് അവരകത്ത് സ്പോഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ല, വലുതിന് സ്പോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനത്ര വലിപ്പം ഉണ്ടല്ലോ, ഡെപ്ത് ഉള്ളതുകൊണ്ട് നല്ല ഇടിയാത്.
അത് തന്നെ എടുത്തു, അതായിരിക്കും ബെറ്റർ. നിങ്ങൾക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ സ്പോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ സാധനം കിട്ടും, ഊളൻ. അത് മേടിച്ച് ഇതിനകത്ത് ഇച്ചിരി ഇട്ടാൽ മതി. ആ ഊളൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാണെന്നറിയോ, നമ്മുടെ തലവണ്ണയില്ലേ, പഴയ പോയ തലവണ്ണയുടെ ആ സാധനം എടുത്തിട്ടാൽ മതി. ഏ ഏ കുറുക്കൻ. ആ കുറുക്കനാണ്. ഇവിടെ കുറുക്കൻ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ പഴയ തലവണ്ണയുടെ അല്ല, പുതിയ തലവണ്ണയുടെ മറ്റേ ആ സ്പോഞ്ച് പോലെ. സാർ ഇപ്പോൾ കേട്ട് കഴിയുമ്പോൾ പറയും എൻ്റെ പൊന്നോ ഈടി മതി എന്ന് പറയും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് നമുക്ക് കേൾക്കാവുന്നതിന് ഒരു പരിധിയില്ലേ. ഇത് വെച്ച് ഇതെടുത്തോ, ഇതാ പിടിയുള്ള എടുത്താൽ മതില്ല, പിടിയുള്ള നല്ലത്, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഇതിൻ്റെ ഒരു കാൽ ഭാഗം കൂടെ അതിന് വലിപ്പമുണ്ട്. അതിന് ഒരു സാധനം ഒട്ടിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അത് ഡ്യുവൽ ഹോൾ ആയതുകൊണ്ട് നല്ല പഞ്ചായന്. അതാ കിട്ടാനില്ലാത്ത. ഇത് ത്രൂ വയറും ഇട്ട് കൊടുത്താൽ മതി മോനെ. ഇതിപ്പോൾ നമ്മൾ ഒരിടത്ത് കൊണ്ടേ വെച്ചാൽ അവിടെ ഇരിക്കുമല്ലേ, ഇതിൻ്റെ പുറകൊന്നും ആരും കാണുന്നില്ല. ഈ സോക്കറ്റ് എടുത്ത് ഇത് സോക്കറ്റ് വെക്കാം, മൈക്ക് സെറ്റുകാർക്ക് ആവശ്യമുണ്ട്. കാരണം അവർ ഒരെണ്ണം അഴിച്ചുകൊണ്ട് അടുത്തടുത്ത് വെച്ച് അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് സോക്കറ്റ് വെക്കാം. അല്ലാതെ വീട്ടിൽ കൊണ്ട് പെർമനൻ്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാർക്ക് സോക്കറ്റ് വെക്കാതിരിക്കുകയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. പിന്നെ സാറിന് സോക്കറ്റ് വേണേൽ വെച്ച് തരാം, പക്ഷേ അത് ലൂസ് കണക്ഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കൂടുമെന്നുള്ളൂ. ഇപ്പോൾ സോണി ആണെങ്കിലും ആദ്യത്തെ കാലത്തൊക്കെ വന്നിരുന്നതിന് സോക്കറ്റ് വെച്ചിട്ട് പിന്നെ വന്ന ഹോം തിയേറ്റർ മുഴുവൻ വയർ ത്രൂടുക. അത് ഈ പ്രശ്നം കാരണം കുറേ കഴിയുമ്പോൾ എന്നാണെങ്കിലും തുരുമ്പാവുന്നത് സോക്കറ്റ്. കാണിച്ചാൽ ആ സോക്കറ്റ് ഒന്ന് കാണിച്ചു, അതൊരു തുരുമ്പാവും. എന്നെ സാറിനെ കാണിച്ചാൽ മതി. ഇതുണ്ടല്ലേ ആ സാധനമൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ എന്നാണെങ്കിലും പോവും. അത് ഇത് തന്നെ ഇടും, അത് ഇത് തന്നെ വെക്കും. ഞങ്ങൾ ഇതെല്ലാം ഒരു ചെറിയ ഹോളിട്ട് വയറ് ത്രൂ അടിച്ചു എന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നാളെ സോക്കറ്റ് വെക്കുകയും ചെയ്തൊന്നും മാറ്റുന്നില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് വിഷയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു വിഷയം ഉണ്ടാകരുത്. ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ സാധനം ഇച്ചിരി കഴിയുമ്പോൾ ഇതിനൊരു കുഴപ്പം വരരുത്. അല്ല ഇപ്പോൾ തക്കാലം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പാടിച്ച് തന്നു വിട്ടു, ഒരു വർഷം ചിലപ്പോൾ ഓടുമായിരിക്കും, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാകരുത്. ഞാൻ ഒരു സാധനം തന്നു 10 കൊല്ലം കഴിഞ്ഞാൽ സാറ് പറയണം കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ കണ്ടില്ലേ TV കേടാന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, സുതാര്യമായ പരിപാടി മാത്രമേ ഉള്ളൂ. നിങ്ങൾ പാസ്റ്റർ ആയതുകൊണ്ട് പറഞ്ഞാൽ പാസ്റ്റർക്ക് മനസ്സിലായി നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ, അല്ലാതെ ഈ പൈസ എല്ലാം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ചെയ്ത പണി മുഴുവൻ പാഴാകല്ലേ. ഒരു സാഹസം അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ മുഴുവൻ പരിപാടിയും കഴിഞ്ഞില്ലേ. ഈ ഉണ്ടാക്കി വെച്ച മുഴുവൻ സ്വത്ത് ഇവിടെ വെച്ച് നമ്മളെ പെട്ടി കൊണ്ട് അടക്കി വിടുകയല്ലേ ഉള്ളൂ. നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും ഉണ്ട് അത് മുഴുവൻ ഊരിയെടുക്കല്ലേ മക്കൾക്ക് വന്ന്. അവസാനം ഒരു വെള്ളത്തുണി വെളുപ്പിച്ച് കൊണ്ടേ വെക്കുകയുള്ളൂ. അത് പെട്ടിയോ പെട്ടി ഈട്ടിയുടെ പെയിൻ്റ് അടിച്ച റബ്ബർ തടിക്കാത്തല്ലേ കൊണ്ടേ വെക്കുന്നത്. അത് പറഞ്ഞ അപ്പോൾ എല്ലാ മനുഷ്യരും അത് മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ വെപ്രാളപ്പെട്ട് കുറേ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ് മനുഷ്യർ. അതോടെ ടെൻഷനാകുകയാണ്. നമ്മുടെ പിള്ളേരെല്ലാം മുഴുവൻ ലോകരാജ്യങ്ങളും മുഴുവൻ പോയി തെണ്ടുക, ശരിക്കും തെണ്ടുക. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് വല്ല ജോലിയൊക്കെ ചെയ്ത്, അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഉള്ളവന് ഒരു ടെൻഷനും ഇല്ല. പറഞ്ഞു മനസ്സിലായി? ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിച്ച് പോകുന്നത്. പിന്നെ ഇവിടെ ജോലി കുറവാണ്, ശമ്പളം കുറവാണ്, അതൊക്കെ സത്യവുമാണ് ഒരു പരിധി വരെ. ഈ 2 വശങ്ങളും ഇവിടെ ഉണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മളിവിടെ നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയാൽ ചികിത്സയ്ക്ക് ആൾക്കാർ ദുബായിൽ നിന്ന് അവിടെ നിന്ന് ഇപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലൊക്കെ ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ വന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ കാര്യമുണ്ട്. ഇപ്പം നമുക്കിവിടെ ഒരു നല്ല നേഴ്സുമാരെ കിട്ടാനില്ല, നല്ല ഡോക്ടർമാരെ കിട്ടാനില്ല. മെഡിക്കൽ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ കൊന്നു കളയും. ഭയങ്കര അന്യായത്തെ ബില്ലല്ലാതെ നമുക്ക് യാതൊരു ഇതും കിട്ടുന്നില്ല. അപ്പം ഇപ്പോൾ ആർക്കും എത്തിക്സ് ഇല്ല. ഡോക്ടർമാർക്ക് എത്തിക്സ് ഇല്ല, നേഴ്സുമാർക്ക് എത്തിക്സ് ഇല്ല, ആശുപത്രിക്ക് എത്തിക്സ് ഇല്ല. ഇപ്പം നമ്മൾ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് മെഡിക്കൽ സെൻറ്ററായി മാറിയിരിക്കുകയാണ് ഇപ്പം മൊത്തം. ഞാനത് വ്യക്തിപരമായിട്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് പല അനുഭവം ഉണ്ടായിട്ട് പറയുന്നത്, അല്ലാതെ പലരും പറഞ്ഞു കേട്ട് പറയുന്നില്ല. നമുക്ക് തന്നെ തോന്നും നമ്മുടെ തന്നെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നല്ലോ എന്നോർത്ത് നമുക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മുടെ തന്നെ ആൾക്കാർ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ തന്നെ മോശമായിട്ട് ബിഹേവ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. അല്ലാതെ എനിക്ക് ആരെയും നന്നാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല, അവനവൻ തന്നെ നന്നായിട്ടേ കാര്യമുള്ളൂ. കൂടെ AS എടുത്ത് കണക്ഷൻ കൊടുക്കണേ. കാരണം 1800 വാട്ട്സ് ഉണ്ട് ഇത്. ഇല്ല, ഞങ്ങളിപ്പോൾ സർവീസ് 6 മാസം കഴിഞ്ഞ് ഇനി എടുക്കുകയുള്ളൂ. ഞങ്ങൾക്ക് 6 മാസം തന്നെ ബുക്കിങ്. ഇപ്പോൾ പുതിയ സർവീസ് എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ.
അവരുടെ എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പോയിന്റുകളെ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രൈസ് ഹോൾഡിങ്. അതൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. റെഗുലേറ്ററും സാധനങ്ങളും ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ്. ഇതിനൊക്കെ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേറെ അറിയാൻ മേലാത്തവരുടെ കൊടുത്തു കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കംപ്ലൈൻറ്റ് നമ്മൾ ആദ്യം കംപ്ലൈൻറ്റ് ഇത് പാടിക്കൊണ്ടിരുന്ന സെറ്റായി. ഇതിനൊരു കംപ്ലൈൻറ്റും പറഞ്ഞ ആവശ്യമില്ലല്ലോ. ഇന്നലെ വരെ പാടിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കാതിരുന്നിട്ട് പിന്നെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു സംഭവമാണ്. നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും ഡ്രൈ വരികയില്ല. എന്നാലും ഭയങ്കര ട്രൈ ആട്ടോ. മോസ്പെറ്റിൻ്റെ കാല് വരെ ട്രൈ ചെയ്യും. ഇതുണ്ടോ മോസ്പെറ്റിൻ്റെ കാല് വരെ ട്രൈ ആണ്. ഇത് നമുക്ക് ഒരു മിസ്റ്റർ ലൈറ്റിൻ്റെ ടവർ സ്പീക്കറിൻ്റെ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ കസ്റ്റമർ കൊണ്ടുവന്നത്. പക്ഷേ നമ്മളൊരു സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഇതിന് ഒരു സാധനവും പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് മൊത്തം ഡ്രൈ മാത്രമേ ഉള്ളൂ, സോൾഡറിങ് ലൂസായിട്ടുള്ളൂ. അപ്പോൾ ഇത് വെറുതെ സോൾഡർ ചെയ്താൽ ഇത് റെഡിയായി വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ സോൾഡർ ചെയ്യുവാണ്. നമുക്കതിൻ്റെ ബാക്കി നോക്കാം. ഒരു ടെക്നീഷ്യന് വേണ്ട കഴിവെന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അന്നേരം കൊണ്ട് IC അഴിച്ച് മാറുക, മോസ്ഫെറ്റ് പോയാന്ന് പറിക്കുക, ട്രാൻസ്ഫോമർ പോയാന്ന് റെഗുലേറ്റർ പറിക്കുക, ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിന് സൂക്ഷ്മമായിട്ട് നോക്കും. മിക്കവാറും സെറ്റുകൾക്കൊക്കെ അധികം സ്പെയർ ഒന്നും പോകാറില്ല. എല്ലാവരും ചുമ്മാ അത് മാറി ഇത് മാറി മറ്റേ മാറി എന്ന് പറയുന്നുള്ളതല്ലാതെ ഒരു സ്പെയറും തന്നെ ഒരുവിധംപ്പെട്ട സെറ്റുകൾക്കൊന്നും അധികം പോകാറില്ല. അപ്പോൾ അത് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഈ സെറ്റിൻ്റെ ഒരു സാധനവും മാറാതെയാണ് ഞാൻ ഈ സെറ്റ് ശരിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സാധനവും പോയിട്ടില്ല. ഇതിനാകെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈ സോൾഡറിങ് എന്ന് പറയും. ഇലക്ട്രോണിക്സ് ചെയ്യുന്നവർക്കറിയാം. ഇതിൻ്റെ സോൾഡറിങ്ങിന് എൻ്റെ മോസ്പെറ്റും റെഗുലേറ്ററും എല്ലാ സാധനവും പഴക്കം കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുമുണ്ട്. ഹൈ സ്ട്രെയിനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അത് ചെയ്താൽ മാത്രം ശരിയാവും സെറ്റ്. അത് പക്ഷേ ആരും ചെയ്യുകയില്ല. അതിലെല്ലാം വലിച്ചു പറിച്ച് കുത്തി കുളം തോണ്ടിയിട്ട് അവസാനം വലിയ ഡയലോഗും വിടും. ഇതിപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, ഒരു സാധനം ഞാൻ 5 പൈസയുടെ സാധനം ഇതാ മാറിയിട്ടില്ല. ഈ സാധനം റെഡിയാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ കറക്റ്റ് കംപ്ലയിൻറ്റ് ആ ബോർഡെ നോക്കുമ്പോൾ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ അറിയാം. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ ഈ കമൻറ്റ് വന്നടിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചാനലുണ്ട്, സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന് പറയുന്ന ചാനലുണ്ട്. അതിനകത്ത് നമുക്കൊരു 2000 സർവീസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, സോണി ന്യൂ ടിപ്സ് മലയാളം. അതിനകത്ത് കയറി സർവീസിന് താല്പര്യമുള്ളവർ അവിടെ കയറി കണ്ടാൽ നിങ്ങൾക്ക് സർവീസ് വീഡിയോസ് കാണാൻ പറ്റും. ഈ ചാനൽ നമ്മൾ സർവീസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഇതല്ല. ഇനി നമുക്കിത് എന്തെങ്കിലും ലൂസോ കാര്യങ്ങളോ നല്ലപോലെ ക്ലീൻ ചെയ്യണം. തിന്നർ ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് വേണം ഇത് വീണ്ടും ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്കിത് നോക്കാം. We were sparks on quiet streets, two hearts finding where to meet. But life pulled us apart, left me talking to the dark. If I called you tonight, would it feel the same? Or have we both moved on to different names? Take me back to the start, before the quiet and the scars. When the world fell small and your hands fell warm. Take me back to the start, if only. അടിപൊളി സാധനം.
അപ്പം റീപ്ലേസ്മെൻ്റ് ആണ് ഇതിൻ്റെ പരിപാടി. കമ്പനി റീപ്ലേസ്മെൻ്റ് ആണ് പറയുന്നത്, നോ സർവീസ്. ഇത് എവിടെയാണ്, ദുബായിലാണോ? അപ്പോൾ ഇനി വരുമ്പോൾ തിരിച്ചു കൊണ്ടു കൊടുത്താൽ മതി. അല്ല, ആമ്പിലേക്ക് അതിൽ ഒരു വയർ മിച്ചമുണ്ട്, ആ വയറെടുത്ത് ഇട്ടാൽ മതി. എടാ 5 സ്പീക്കർ ഇല്ലേ? ആ മതി, അത് ഫുള്ളങ്ങ് കിട്ടും. ആ അതിനകത്ത് മതി. അതെ, അത് കറണ്ട് കയറുന്ന സാധനം. ഇനി കറണ്ട് കയറേണ്ട പാസീവ് ആക്റ്റീവ് സബ്വൂഫർ ആക്കുക. ആ മനസ്സിലായില്ലേ? അതുമായിട്ട് യാതൊരു നമ്മൾ അതിൻ്റെ സ്പീക്കർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ഒരു സാധനവും യൂസ് ചെയ്യുന്നില്ല. അപ്പം പഴയ കുഞ്ഞ് സ്പീക്കറിൻ്റെ വയർ അത് തന്നെ യൂസ് ചെയ്യാം. സബ്വൂഫറിൻ്റെ വയർ ഇല്ല, അത് ആ പെട്ടിക്കകത്തല്ലേ വെച്ചിരിക്കുന്നത്. ആ ആണെന്നാണ് ചോദിച്ചത്. ആ ഇല്ല, അത് പഴയ വയറല്ലേ, അത് പോരാ. സബ്വൂഫറിന് നല്ല വയർ വേണം. Oh yeah, 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 oh yeah. Hey there, what you drinking? 2 shots, let's pour it up. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup, yeah we go. അപ്പോൾ ഇത് നമ്മൾ IC ട്രാൻസിസ്റ്ററും അല്ല, മോസ്ഫെറ്റും അല്ലാത്ത പുതിയ ടെക്നോളജിയുള്ള ക്ലാസ് ഡി. ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്, പെൻഡ്രൈവ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്, പെൻഡ്രൈവ് ആണ്. പിന്നെ ഓക്സിനും ഉണ്ട്. ആ അപ്പോൾ അതിന് നമുക്ക് വയർ ഇടണം. ഇതിപ്പോൾ ആക്റ്റീവ് പാസീവ്, ഇതിപ്പോൾ അതിനകത്ത് ആംപ്ലിഫയറിൻ്റെ ബോർഡിനകത്ത് നേരിട്ട് സ്പീക്കറെ കൊടുത്ത് വെച്ചിരിക്കുക. ആ വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിനെന്നാ നീളം വേണമെന്നാണ് ചോദിച്ചത്. സബ്വൂഫർ സാറിന് മാറ്റി വെക്കുമ്പോൾ ഒരു 3 മീറ്ററോ 4 മീറ്ററോ സാധാരണ ഇടാം. സബ്വൂഫർ ഇത് വേറെ ക്ലാസ് ഡി കൊടുക്കാൻ പറ്റിയ കുഞ്ഞ് സ്പീക്കറുകളാണ്. നല്ല ടേസ്റ്റ് അതായിരിക്കും. അതേ വന്നു കഴിയുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. സ്പീഡാണ് ഇനി ജീവിതം. ഓക്കെ. അത് എനിക്ക് തന്നെ വെളിവില്ലെന്നായി മാറിയിരിക്കുക. ഇപ്പോൾ ആരൊക്കെയോ വിളിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, അപ്പം മറുപടി കൊടുക്കുന്നു. ഇപ്പം തരുവാ, ഇപ്പം തന്നു വിടുവാ ചെയ്ത്. അല്ല, നാളത്തേനുള്ള പരിപാടി ഇല്ല ഇപ്പോൾ. ഇത് ഇപ്പം തന്നെ സാറിന് തന്നു വിടുക. അതിനായി ചോദിക്കുന്നത് ലൈവാ. കാരണം നാളത്തേനെ ആൾക്കാർ വന്നോണ്ടിരിക്കുക. ഇവരിപ്പം മലപ്പുറത്തുനിന്ന് വന്ന ഇവര് കണ്ട് പറയൂല്ലോ, പിന്നെ നെല്ല് 10,000 പിന്നെ എലി എവിടുന്ന് വരും എന്ന് പറയുന്നത്. അത് 4 മീറ്റർ കിട്ടും, അല്ല 3-4 മീറ്റർ കിട്ടും. അതുപോലെ ഇതൊക്കെ ചെയ്തതാണോ? സപ്ലൈയുടെ ഇതിൽ തന്നെ കിട്ടും. അങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. വേറെ സ്ഥലമുണ്ട്. എന്നാൽ അതിൽ കിട്ടും. ഓക്കെ. കളഞ്ഞത് ചേർത്ത് കട്ട് ചെയ്തു. ഫിലിപ്സ് 4 സ്പീക്കർ എടുത്താൽ മതി. ഇതാണോ എൻ്റെ സബ്വൂഫർ? അല്ല, ഇത് വേറെ ആളുടെയാണ്. ഓക്കെ. സാറിനൊരു ഗിഫ്റ്റ്, മൊബൈൽ സ്റ്റാൻഡ്. ബിജു എറണാകുളം, കളമശ്ശേരി. ഓക്കെ. വണ്ടി വെക്കാനല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? അയച്ചോട്ടെ. പെൻഡ്രൈവ് കേൾപ്പിച്ചോ? പെൻഡ്രൈവ് കേൾപ്പിച്ചല്ലേ? പെൻഡ്രൈവ് കേൾപ്പിച്ചു, സാറിൻ്റെ പാട്ട് കേൾപ്പിച്ചു. അല്ല, അതിൻ്റെ അകത്തുനിന്ന് എവിടെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റിയിട്ടാച്ചാൽ മതി. അവിടെ കിടന്നോളൂ. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാച്ചാൽ ഇവനവിടെ കിടന്നോളൂ. ഇവനെ കൊണ്ട് ശല്യമൊന്നുമില്ല, കൊച്ചല്ലേ. പൈനീറിൻ്റെ കൊണ്ട് സാധനം ഇവിടെ ഇരിപ്പുണ്ട്. പൈനീറിൻ്റെ ആമ്പ് ഇരിപ്പുണ്ട്, 4 വേ.
ഇനിയിപ്പോൾ ഇതൊന്നും പോരെങ്കിൽ കാശ് ഇഷ്ടം പോലെ ഉണ്ടായാലും ഇതാണ്ട് ഇരിക്കുന്നു 13,000 രൂപ അത്രയും കണ്ട വില 1000 ബാറ്റ്സ് മച്ച് ഇത് വല്ല ഈ ടെമ്പോ ട്രാവലറിലൊക്കെ മതി 13,590 വരും. ഇത് മറ്റേ എ ക്ലാസ് ആണേ, മറ്റേ മോസ്പെറ്റാ. സോണി ആണെങ്കിൽ നമ്മൾ അയാളോട് 7,990 8 രൂപ. ഇന്നലെ അതല്ലേ നമ്മൾ അയാളോട് പറഞ്ഞു UK കാരനോട് 7,990 പറഞ്ഞു. കറക്റ്റ്. സോണിയാണ് 7,990 2 ചാനൽ സെറ്റ് ചെയ്യണം. ഓക്കെ, ഏതാ വേണ്ട? സോണി ആണോ ബ്ലൂടൂത്ത് എന്നാണോ? സോണി വേണം. ഓക്കെ, അത് അവിടെ ഇരിപ്പില്ലേ മോനെ? ഫോണിങ് തന്നെ ഞാൻ എടുക്കാം. ഹലോ, അല്ല, ഇതിൽ RMS ഉള്ളത് പൈനിയർ ഉണ്ട്. സോണി ഇത് ഒറ്റ മോഡൽ. ആൻഡ്രോയിഡ് ബോക്സോ? ആൻഡ്രോയിഡ് ബോക്സ് സ്റ്റോക്ക് ഇപ്പം തീർന്നിരിക്കുവാണ്. അല്ല, നാളെ ഉണ്ട്. ഇന്ന് വരും. നാളെ അയക്കാം. വന്നില്ല, ഇന്ന് വരുവുള്ളൂ. ഇന്ന് വരും, നാളെ അയക്കാം. ഇത് 7,590 ഈ പൈനിയറിന് വില. ഇത് 5 കിട്ടും. നാളെ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. മാച്ചാ ഒരു കുഴപ്പമില്ല. ഇവിടെ അടുത്തല്ലേ? അത് 4-way ഉണ്ട്, 3-way ഉണ്ട്. ഇത് നല്ല ഈ ബ്ലൂ പന്ത് അടിപൊളി. അല്ല, ഒരു ബസ്സൊക്കെ തന്നേക്കാം. അത് പോരാ, അത്ര ഇഷ്ടപ്പെട്ടില്ല. പൊൻകുന്നം എന്നാ പിന്നെ ഇതാക്കണോ? പൈനിയർ ആക്കണോ? ഇത് ഒരു ലെവലാ, അടിപൊളി സാധനം. ഇത് 650 വാട്ട്സ്. കാഞ്ഞിരപ്പള്ളിക്ക് പൊൻകുന്നത്തോന്ന് 5 കിലോമീറ്റർ. ഇത് ഒരു കുഴപ്പമില്ല. അല്ല, ഇത് നമുക്ക് RMS വരുമ്പോ എല്ലാത്തിനും കുറവാണ്. ഇത് ചുമ്മാ ഉള്ള എഴുത്തല്ലേ. ഗ്രില്ലുള്ള പിന്നെ 4-way. ഇവിടെ ടൗണിൽ തന്നെയാണ്. ഇന്ന് പോരാനാണോ? പോരാനാണ് ഇപ്പൊ തന്നെ കയറിക്കോ. നാളെ വന്നാൽ കിട്ടും. 3 മണിക്ക് മുമ്പ് വരണേ. 3 മണിക്ക്. ഇത് 7,500 മറ്റേത് 5 2,500 രൂപ വില കൂടുതലാണ്. ക്വാളിറ്റി വ്യത്യാസമുണ്ട്. എന്നാലും അല്ല, എത്ര പൈസ മേടിച്ച് ആരെങ്കിലും മേടിക്കുമോ? ഓപ്പൺ ആൻഡ് സ്മൂത്താ. 4-way. നമസ്കാരം സാറേ. ടീക്ക് ഇതിന്റെ RMS എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നോക്കിയടാ. എന്തായിരുന്നു സാർ? പൈനിയറിന്റെ 650 വാട്ട്സ്. ഒരു ദിവസം ഇറങ്ങിയാൽ മതി. 6 പറ്റുന്നതാണോ ചെയ്യാൻ? RMS ഇനിയിപ്പോ പിന്നെ 8 മണിയൊക്കെ കഴിഞ്ഞ് വിളിച്ചാൽ. ഇത് വാറണ്ടി പേപ്പർ ഏജൻസി ചെയ്ത് ബില്ലടിക്കണേ. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി. ഇതങ്ങ് വെച്ചാറേ, സ്റ്റാൻഡേ വെക്കണേ. വയറ്, സ്ക്രൂവ്. ഇല്ല, അങ്ങനെയില്ല. സോൾഡർ ചെയ്ത് നീട്ടാനേ പറ്റും. മാറ്റണമെങ്കിൽ വേറെ ഒരു സാധനം ഉണ്ട്, കണക്ടർ തരാം. നമ്മൾ ആ മറ്റേ ഹോം തിയേറ്ററിൻ്റെ പുറകിലുണ്ടായിരുന്ന വെള്ള കണക്ടർ മേളിൽ സർവീസ് കിടപ്പുണ്ടോ? ഇതൊക്കെ 1.5 ഇതാ, മനസ്സിലായില്ലേ? നല്ല മാനറ്റും നല്ല ഗ്രില്ലുമാണ്. ഉണ്ടോ? ഒന്ന് കാണിച്ച് വേണം. 4-way. ഇതിൻ്റെ ഗ്രില്ല് നല്ല കിടക്കാച്ചി ഗ്രില്ല. ഇതിങ്ങനെ മേലോട്ട് പൊക്കിയാൽ മതി, സ്ക്രൂ ചെയ്യാറ്. ഇതിന് വയറ് വേണം കണക്ട് ചെയ്യാൻ. കേട്ടോടാ, ഇതേ കണക്ട് ചെയ്യാൻ 2 വയറ് കഷ്ണം എടുത്തുണ്ടോ? പ്ലാസ്റ്റിക് ആണോ? ഇത് പയനിയറിൻ്റെ ഒരു 650 വാട്ട്സിൻ്റെ സ്പീക്കറാണ്, ലേറ്റസ്റ്റ് വന്നാണ്. 4-way. എൻ്റെ വർക്കിംഗ് നോക്കും.
വഴക്കുണ്ടാക്കല്ലേ ഉം. വഴക്കുണ്ടാക്കാതിരിക്കാൻ മിഠായി ആയിക്കോട്ടെ. മിഠായി തരാം മിഠായി. പേര് പറ, പേര് മോൻ്റെ പേര് പറഞ്ഞേ. രഞ്ജൻ. മറ്റേതോ മറ്റേതാളുടെ പേരെന്നാ? ഏ നവനീതോ? ആ, അവൻ രഞ്ജനെ നിർത്തി. രഞ്ജൻ അരുൺ അല്ലേ അവനും? നിരഞ്ജൻ അരുൺ, നവനീത് അരുൺ. ഓക്കെ. ആരാ ചേട്ടൻ? നവനീത്. അതെ അല്ലേ. ചേട്ടൻ മോൻ എത്രാം ക്ലാസ്സിലായി? അച്ഛന് കൊടുക്ക. UKG. ഓക്കെ. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ആർക്കാ ഈ പാട്ട് വേണ്ട ഇപ്പോൾ? രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കൊണ്ടുപോയേക്കാം. എറണാകുളത്തിന് കൊണ്ടുപോയേക്കാം അല്ലേ? നിങ്ങൾ സ്ഥലം എവിടെയാണ്? വൈക്കോ മറ്റേ പുള്ളിയായിരുന്നു എറണാകുളം. ഓക്കെ. അതെ. സാന്ദ്ര വാളുക്കാരൻ അല്ലേ? സാന്ദ്ര വാളുക്കാരനെ അറിയോ? സാററിയോ സാന്ദ്ര വാളുക്കാരനെ? മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ഫേമസ് കഥാപാത്രം. ആരാ? മീന എന്ന് തോന്നുന്നത് അഭിനയിക്കുന്ന സിനിമയാണല്ലേ? സാന്ദ്ര വാളുക്കാരൻ എന്നാണ്. സിംഗപ്പൂർ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ പേര് നല്ല അടിപൊളി സിനിമയായിരുന്നു. വർണ്ണപ്പാകട്ടോ. അവിടെ സിനിമ കാണിച്ച കാര്യം അവിടെ ഇരിക്കുന്നു. അല്ല, അത് ഭയങ്കര ഫേമസ് ഒരു പടമാണ്. പഴയ നല്ലൊരു പടമാണ് മോഹൻലാൽ. മീന അല്ലേ? ആ, അത് മീനയുടെ പേരാണ് സാന്ദ്ര വാളുക്കാരൻ. ഫേമസ് ആണ്. അപ്പോൾ സാറേ ഇത് TV20. സാറിന് സ്പീക്കറെല്ലാം അവിടെ ഉണ്ട്, ഊഫർ മാത്രം മതി അല്ലേ? ഇടയ്ക്ക് എന്നെ സാറ് ഇറ്റലിയിൽ നിന്ന് വിളിച്ചായിരുന്നോ? എപ്പോഴും എന്നെ വിളിച്ച് ഞാൻ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഉള്ളല്ലേ. സാറിൻ്റെ പേരെങ്ങനെ? സെബാസ്റ്റ്യൻ അലക്സാണ്ടർ. നമ്മുടെ അറ്റം തന്നെ സാറിനും ഉണ്ട്. ഓക്കെ. അലക്സാണ്ടർ ഫേമസ് അല്ലേ? എന്നാ അടിച്ചു. W12 120 S24 അല്ല, നീ ഇട്ട് കൊടുക്കേണ്ടി വരും. എനിക്ക് സാറിൻ്റെ നീളമുള്ള സ്കൂട്ടർ. സാറിൻ്റെ നീളമുള്ള സ്കൂട്ടർ മോനെ ഇവിടുന്ന് എടുത്തേ. പുതിയ സ്കൂട്ടർ വിൽക്കാനുള്ള. ഇത് പുതിയല്ലേ? അത് ഞങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ സ്കൂട്ടർ. വണ്ണം കുറേ നീളമുള്ള ഇത്രേ ഉള്ളൂ. ഇത് ഡബിൾ സൈഡാ. ഒരു സൈഡ് സ്റ്റാറും ഒരു സൈഡ് ഫ്ലാറ്റും. ഇങ്ങനെ മാറ്റി ഊരിയിട്ടാണ്. പഴയ സെറ്റിന്റെ അകത്താ സ്ക്രൂ ഇരിക്കുന്നത്. ഇത് എത്ര വില? ഓക്കെ. ഇടാം. അത് നമുക്കെല്ലാം കൂടെ പോയി തരാം. അപ്പോൾ സാറിന് എത്ര ദിവസം ലീവ് ഉണ്ട്? എനിക്ക് ഇനി 55 ദിവസം. അപ്പോൾ ഇറ്റലിയിൽ നിന്ന് നമുക്ക് ഒരു ഫ്ലൈറ്റ് ചാർജ് ഒക്കെ ഏകദേശം എത്ര വരും? അടുത്ത് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു സൈഡ്, വൺ സൈഡോ? എപ്പോഴും ഒന്നും ഒരേപോലെ ഇരിക്കില്ല. അല്ല, ഏകദേശം ഞാൻ ചോദിച്ചു. സാധാരണ ക്രിസ്മസിനൊക്കെ ആ സമയത്ത് വരുവാണെങ്കിൽ ഒരു 700 രൂപ 800 രൂപ കൂടുതൽ. അതായത് 80,000 രൂപ. അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഇച്ചിരി സാധനമൊക്കെ മേടിക്കണമെങ്കിൽ എല്ലാം കൂടെ 1 ലക്ഷം രൂപയുള്ളത്. ഇപ്പോൾ ഈ ഫ്ലൈറ്റിലെല്ലാം ഒരു 30 കിലോ വെയിറ്റ് തന്നെയാണോ ഇപ്പോഴും, അതോ കുറച്ചോ അവരൊക്കെ? ഇല്ല, 30 കിലോ ഒരു പെട്ടിക്ക 45 കിലോ കൊണ്ടുവരാം അല്ലേ? പക്ഷെ അത് രണ്ടായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു മാക്സിമം ഒരു പെട്ടി 30 കിലോ ആയിരിക്കും. അത് മറ്റേ പെട്ടി ബാക്കി പിന്നെ ഒരു 7 കിലോ നമ്മുടെ പേഴ്സണൽ ലഗേജിൽ വിടാം. ഓക്കെ. അത് ആവശ്യത്തിനുണ്ട്. ഇവിടെയുള്ള വേറെ എക്കണോമിക് ഫ്ലൈറ്റുകളൊക്കെ പലരുമേ 20 കിലോയും 10 കിലോ ആക്കി കുറച്ച് റേറ്റ് കുറയ്ക്കുന്നുണ്ട്. മലേഷ്യ അവർക്ക് വെയിറ്റ് അധികം കേൾക്കത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇത് നിങ്ങൾ വരുന്ന വലിയ ബങ്കർ പോലത്തെ സാധനമാണ്. ബങ്കറല്ലേ? അത് ഇഷ്ടംപോലെ ഇടയുണ്ട്. അതിന് ബങ്കർ പ്ലെയിൻ ഭയങ്കര സാധനം. അതിനകത്ത് ഒരു 1 2 ഒരു 6 ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 10 ലൈൻ. 4 നടക്കും. അവിടെ 3 3 6 6 4 10 മൊത്തം 10 വരും അല്ലേ? ഓക്കെ. അതുപോലെ ഒന്ന് നീണ്ടല്ലേ? അതുപോലെ ഭയങ്കര. ഞാൻ അങ്ങനത്തെ ഫ്ലൈറ്റിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ ചൈനയ്ക്കൊക്കെ പോകുന്ന കൂട്ട് ഫ്ലൈറ്റ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ചെറിയ കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം എല്ലാ ഫ്ലൈറ്റും ഇല്ല, എമിറേറ്റ്സ് മാത്രമേ ഉള്ളൂ. അവർക്ക് നല്ല ധൈര്യമല്ലേ? ഞങ്ങൾ എയർപോർട്ട് വന്നപ്പോൾ തന്നെ 2 വിസയിൽ വന്നു.
2 മിസൈൽ അവിടെ വന്നില്ല. ഏതാ ദുബായില്? ആ അപ്പം മെസ്സേജ് വന്നു നമ്മുടെ ഫോണില്. ഓ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് മാറിക്കോളാൻ പറയും, ഈ തുറന്ന സ്ഥലത്ത് നിങ്ങൾ മാറിക്കോളാൻ പറയും. അപ്പൊ മെസ്സേജ് കാണും, ശാലം കഴിയുമ്പോൾ മെസ്സേജ് വരും, കുഴപ്പമില്ലെന്ന്. തേങ്ങ വീഴുന്നോലല്ലേ ഉള്ളൂ. അവരടിച്ചിടും അതെ. അത് ശരിയാ, പക്ഷെ തേങ്ങ വീഴുന്നുള്ളൂ, ചിലപ്പോൾ തല വീണ പണിയാ. വീണാ കഴിഞ്ഞു. അതൊക്കെ ഒരു പ്രതീക്ഷയല്ലേ. ആരൊക്കെയോ മലയാളികൾ മരിച്ചല്ലോ. എന്നാലും ഒരു ടെൻഷനാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ തന്നെ, വലിയ ടെൻഷനാണ് ആൾക്കാർക്കൊക്കെ. എന്നാ ചെയ്യാൻ പറ്റും, തീരുമായിരിക്കും, തീരട്ടെ. പക്ഷേ എല്ലാ മനുഷ്യരും കരുതിയിൽ കൂടുതൽ സാധനങ്ങളും കാര്യങ്ങളും ഇറാൻ്റെ കയ്യിലുണ്ട്. അവരിങ്ങനെ 1.2 ഇരിപ്പുണ്ടോ നോക്കട്ടെ. അത് എ സൈസ് ആണോ ഡബിൾ എ ആണോ? ഡബിൾ എ. അതിപ്പോൾ ഈ എല്ലാം ഈ ലിഥിയം ആയ പിന്നെ ഈ ബാറ്ററി ഇപ്പം ഒരാവശ്യമില്ല. അതാണ് ആൾക്കാർ. അത്ര നല്ല സാധനം അല്ലെന്ന് തോന്നുന്നു. അത് തുരുമ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഏതാ? ഞാൻ അഴിച്ചെടുത്തപ്പോൾ ചാർജ് കയറുന്നില്ല. അപ്പം ഞാൻ അഴിച്ചു നോക്കിയപ്പോൾ തുരുമ്പാക്കുന്നു. ഈ വലുപ്പമല്ലേ? ഇത് ഇച്ചിരി വലുപ്പം കൂടുതലാന്ന് തോന്നുന്നു കേട്ടോ. അതിലും ചെറുതാണോ? ഇതിന്റെ വണ്ണം കുറഞ്ഞുണ്ടോ? അതിലും വണ്ണം കുറഞ്ഞില്ല. ഇല്ലല്ലേ? അതാ ഏറ്റവും വണ്ണം കുറഞ്ഞ് ത്രിപിൾ. ഇത് ത്രിപിൾ ഉണ്ടായിരിക്കും. അത് 2 അത്. അല്ല, കവർ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ തോന്നുന്നത്. റീചാർജ് 2x ഡബിൾ എ. ഇതാണ് ഡബിൾ എ എന്ന് പറയുന്നത് സൈസ്. ഡബിൾ എ ആണെങ്കിൽ ഇതാ സൈസ്. ഡബിൾ എ ഒക്കെ അസ്തമിക്കുന്ന സമയമായി. അപ്പോൾ അത് തന്നെ. ഡബിൾ എ 600 mAh ഉള്ളൂ. ഇത് 2500 ഉണ്ട്. അപ്പം അത് അന്ന് 600 ഉള്ള. ഇപ്പം ഇത്രയും ഈ ഇതിന് വേണ്ടിയിട്ട് കൂടിയത് വരുന്ന. ഇതിപ്പം അതിൻ്റെ ഒരു എത്ര 2500 എന്ന് പറയുമ്പോൾ 5 ഇരട്ടി ആയില്ലേ. ഇനി അവരെഴുതിയിരിക്കുന്ന 2600 ഇല്ലെങ്കിൽ പോലും 600 അല്ല, 1000 പ്രതീക്ഷിക്കുക, ഇരട്ടിയെങ്കിലും പ്രതീക്ഷിക്കുക. കഴിഞ്ഞു. ഈ കാണുന്നുണ്ടോ നമ്മുടെ പഴയ ഐറ്റോ കണ്ടുണ്ടോ? പണ്ട് സൂപ്പർ അല്ലേ? ഇപ്പം എൻ്റെ ഓർമ്മ ഉണ്ട്. അതിന്റെ ബെൽറ്റ് പോയതാ. ബെൽറ്റ് കിട്ടാൻ മാർഗമുണ്ടോ? ബെൽറ്റ് കിട്ടാൻ ഇച്ചിരി മാർഗമില്ല. ഇങ്ങനെ ഞാൻ ഓൺലൈനിൽ കിടക്കുന്നുണ്ട് ഒരു സെറ്റ് ബെൽറ്റ് എടുക്കണം. ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള അതിനകത്ത് ഉണ്ടോ? 20 അല്ല, അതിന് മേളിലുണ്ട്. പിന്നെ ബെൽറ്റിന് വേറൊരു കാര്യമുണ്ട്. ഈ ടേപ്പ് റെക്കോർഡ് ആയതുകൊണ്ട് പാട്ട് പാടുന്നിടത്ത് ബെൽറ്റ് കാസറ്റില്ല. പിന്നെ അതവിടെ ഇരിക്കട്ടെ, ഒരു ഭംഗിക്ക് അവിടെ ഇരിക്കും. റേഡിയോ നല്ല കേൾക്കാമല്ലോ, FM കിട്ടി. പിന്നെ വേണേ ഒരു മൊഡ്യൂൾ വെക്കണല്ലേ, ബ്ലൂടൂത്ത് യൂസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ വലിയ സ്പീക്കറെ കേട്ടിട്ട് അതൊന്നും കേൾക്കുമൊന്നുമില്ല. ആരും മാക്കറി കറിയുന്ന പോലത്തെ ഒച്ചയല്ലേ. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാൻ പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കത്തുമില്ല, അതിനൊരു ക്വാളിറ്റിയും തോന്നിയില്ല. കഴിഞ്ഞ എൻസി അതെ, ഏപ്രിൽ ക്ലോസിങ് മാറ്റി എല്ലാം ക്ലോസ് ചെയ്ത് അടുത്ത ഇയറിലേക്ക് കയറ്റുക. ഹലോ അതെ അതെ. ഞാൻ വിളിച്ചത് നമ്മുടെ ഒരു ഓഡിയൻസിന്റെ ഒരു ആംപ്ലിഫയർ ഉണ്ടായിരുന്നു 5.1. അത് ARC ബോർഡൊക്കെ ഉള്ളതാണ്. അപ്പൊ ARC ഇപ്പൊ ഇടുമ്പോ ഒരു പറവർപ്പ് വരുന്നുണ്ട്. അത് ആ ബോർഡിന്റെ കംപ്ലൈന്റ് ആയിരിക്കുമോ? ARC വരും നമ്മൾ TVയിലോട്ട് എടുക്കുമ്പോൾ. എനിക്കറിയാം, മനസ്സിലായി. നമുക്ക് ഡി ക്ലാസ് അത്. പക്ഷെ ബ്ലൂടൂത്ത് ഇടുമ്പോ ഒന്നും പ്രശ്നമില്ല. ബ്ലൂടൂത്ത് ബാക്കി ഓക്സ് ഒക്കെ കുത്തുമ്പോ നല്ല ഇതാണ്. പക്ഷെ ഇത് ഇടുമ്പോ പറവർപ്പായി. അത് വേറൊരു ARC ഉള്ള TVയിലൊന്ന് കണക്ട് ചെയ്ത് നോക്കി. നമ്മുടെ TVയുടെ പ്രശ്നം കൊണ്ടും വരാമല്ലോ. നമ്മൾ ഇതൊക്കെ പണിതിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ ആണെന്നുള്ള കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ARC ഔട്ടുള്ള അതാ ബോർഡ് മാറ്റി വെക്കാൻ കിട്ടുന്നതാണ്. ബോർഡ് കിട്ടുന്നതാണ്, നമുക്ക് മാറി വെക്കാം. അവരുടെ ഓഡിയൻസ് സാറിന് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചൈന വരുന്ന ബോർഡുകൾ അവരൊരു കവറിലാക്കുന്നുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല അവർക്കും. അതങ്ങനെ അതുകൊണ്ട് ബോർഡ് അവൈലബിൾ ആ മാർക്കറ്റിൽ. അവരുടെ ബോർഡെല്ലാം സാധാരണ ബോർഡ് തന്നെ അവർ ഉപയോഗിക്കുന്നത്. TV21 ആംപ്ലിഫയർ അതിനകത്ത് വെച്ചിരിക്കുന്നത്. ചിലതിനെ വേറെ സ്റ്റീരിയോ ആംപ്ലിഫയറാണ് വെച്ചിരിക്കുന്നത്. അത് ആ ബോർഡ് കിട്ടും. നമ്മളത് ബോർഡ് മാറ്റി കുത്തിയാൽ മതി.
ഓക്കെ. പിന്നെ ഒരു ഇതുണ്ട്, നമ്മൾ സെബ്രോണിക്കിന്റെ ഒരു ബാർ ഉണ്ടായിരുന്നു. സെബ്രോണിക്കിന്റെ ഈ പൈപ്പ് അറ്റ്മോസ് ഒക്കെ ഉള്ളതാണ്. അതിന്റെ സബിന്റെ അകത്ത് നമ്മുടെ സംഭാഷണം വരുന്ന സമയത്ത് ചെറിയൊരു നോയിസോടെ കയറി വരുന്നുണ്ട്, ചെറിയൊരു മുഴക്കം പോലെ. അത് അതിന്റെ ഫ്രീക്വൻസി ഫുള്ള് കട്ടാകാത്തോണ്ടാത്. അത് നമുക്ക് ആ ബോർഡ് അത് മാറ്റാം. സംഭാഷണം ഇല്ലാത്തപ്പോ ഒന്നും വേറെ ഒരു സൗണ്ടും ഇല്ല. നമ്മൾ പോസ് അടിച്ച് നിർത്തിയാലും ഒരു സൗണ്ടും ഇല്ല. സംഭാഷണം വരുമ്പോ വീഡിയോയിലൊക്കെ അതതിന്റെ ബോർഡ് കംപ്ലൈന്റ്. ഒന്നാമത് സെബ്രോണിക്സ് എന്ന് പറഞ്ഞാല് ഇതേ നമ്മുടെ ജോലി പോലെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്താണ്. ഇറ്റലിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ തൊഴിലവസരങ്ങൾ കൂടുതലായതുകൊണ്ട് ഇറ്റലിയിൽ പോയി ജോലി ചെയ്യുന്നു. ശരിക്കും ഇലക്ട്രോണിക്സ് സർവീസിങ് ആയിരുന്നു സാറ്. പേരെങ്ങനെ സാറിൻ്റെ പേര്? സെബാസ്റ്റ്യൻ അലക്സാണ്ടർ. എൻ്റെ പേരിൻ്റെ അറ്റവും കട്ടെടുത്തിരിക്കുന്ന മനുഷ്യനാണ്. ഇതുവരെ അലക്സാണ്ടറാണ്, അതും ഒരു അലക്സാണ്ടറാണ്. ശരിക്കും നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മിസ്റ്റർ അലക്സാണ്ടർ എന്നല്ലേ വിളിക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അപ്പൻ്റെ പേര് ആദ്യവും നമ്മുടെ പേര് പുറകിലും അങ്ങനെ അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിഞ്ഞാണ്. അതുകൊണ്ട് പലയിടത്തും ചെല്ലുമ്പോൾ നമ്മുടെ പേര് സോണി എന്നുള്ള പേര് മാറ്റി നമ്മളെ അലക്സാണ്ടർ എന്നാണ് പല സ്ഥലങ്ങളിൽ വിളിക്കുന്നത്. അപ്പം നമ്മൾ സെബാസ്റ്റ്യൻ അലക്സാണ്ടർ സാറ് ഫാമിലിയാണിത്. സാറിൻ്റെ വൈഫ്, ഇത് മോളുടെ പേരെന്നാ? സാന്ദ്ര നമുക്കറിയാവുന്ന ഫേമസ് പേരാണ്. അപ്പോൾ സാന്ദ്ര പിന്നെ നേഴ്സിങ്ങിന് പഠിക്കുന്നു അല്ലേ? അപ്പോൾ 4ാമത്തെ ആളാണ് സാർ ഇത്? അത് 3ാമത്തെ? 2ാമത്തെ ആളാണ്. ഓക്കെ. അപ്പോൾ 2ാമത്തെ ആളാണ്. 2 പേരേ ഉള്ളൂ. ചേച്ചി നേഴ്സ് തന്നെയാണ് അല്ലേ? ജോലിയാണ്. അപ്പോൾ ഇത് മമ്മിയുടെ പേരെന്നാ? സെലിൻ. അത് ഫേമസ് പണ്ടത്തെ പേരാണ് സെലിൻ. 80-90s ഒരു പ്രത്യേക പേരാണ് സെലിൻ. ഒത്തിരി ആൾക്കാർക്ക് സെലിൻ എന്ന് പേരുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യൻ അതും ഫേമസ് പേരാണ്. അപ്പോൾ സാർ ഇറ്റലിയിൽ നിന്ന് എന്നെ കാണാൻ വന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ സാറിനി ഇറ്റലി ഞങ്ങൾ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? മാർപ്പാപ്പ ഒക്കെ ഉണ്ടോ അവിടെ അല്ലേ? അല്ല, നമ്മളിപ്പോൾ ഇവിടെ പെട്ടുപോയ ചില കഥഭാഗ്യപ്പെട്ട ആൾക്കാരാണ് ഈ രാജ്യത്ത്. പണ്ടൊക്കെ പല രാജ്യത്തും പോകാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ പോയില്ല. ഇവിടെ തന്നെ ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ അവരോട് പറഞ്ഞു. എന്നാലും വലിയ കുഴപ്പമൊന്നും ഇപ്പോൾ ഇന്ത്യയിലില്ല. പഴയ ഇന്ത്യ അല്ല, കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഇവിടെ തിക്കും തിരക്കും വളരെ കുറവാണ്. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്ററിൻ്റെ സമയത്ത് ഇവരെല്ലാം അവധിക്ക് വന്നു. ക്രിസ്മസ്, ന്യൂ ഇയർ, ക്രിസ്മസ്, ന്യൂ ഇയർ, ഈസ്റ്റർ ഇപ്പോഴാണല്ലോ. ആ ക്രിസ്മസ്, ന്യൂ ഇയറിന് ഇവർ അവധിക്ക് വന്നിട്ട് ഒരു ഹോട്ടലിലിടയില്ല, വഴിയിലിറങ്ങാൻ പറ്റിയില്ല, വഴി കംപ്ലീറ്റ് ബ്ലോക്ക്. അപ്പം ഞാൻ ഓർത്ത് ഇവരെല്ലാം രാജ്യം വിട്ടുപോയത് നന്നായി. കാരണം ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രശ്നം തന്നെയായി. എന്നും ഉള്ള ഒരു ഹോട്ടലും പ്രശ്നമില്ല. 5 ഹോട്ടലിൽ കയറി പ്രശ്നമില്ലാതെ ഞങ്ങൾ പോയിട്ടുണ്ട്. കാരണം എല്ലാം നിരന്നിരിക്കുകയാണ്. ഇവരെല്ലാം എവിടെ നിന്ന് വന്ന് ഇറ്റലി, അമേരിക്ക, മറ്റേ ശ്രീലങ്ക, കാനഡ എന്നെല്ലാം ഉള്ള കംപ്ലീറ്റ് ആൾക്കാർ വന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി കാറുമായിട്ട് ഇറങ്ങി 3-5 കിലോമീറ്റർ വഴി ബ്ലോക്ക്, അവിടെ ബ്ലോക്ക്. ഭയങ്കര ഫീലായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞൊരു 3-4 ദിവസമായി പുറത്ത് പോലും ഇറങ്ങുന്നില്ല. കാരണം പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല, ഫുഡ് കിട്ടത്തില്ല, വഴി ബ്ലോക്ക് ആയിരിക്കും, നമ്മൾ കൃത്യസമയത്ത് വരത്തുമില്ല. അത്രയും പ്രശ്നമായി. ഇപ്പം കണ്ടോ വല്ല ഒരു പട്ടിക്കുറുക്കം പോലും ഉണ്ടോന്ന് നോക്കി, ഒരു വണ്ടി പോലും ഇല്ല, ആരുമില്ല, ബസ്സാ പോലും ഒരു മനുഷ്യയില്ല അല്ലേ? ഓക്കെ സാറേ, കാണാം. ഇറ്റലിക്ക് വരുമ്പോൾ നമുക്ക് കാണാം. ഞങ്ങൾ മാർപ്പാപ്പയെ കാണാൻ വരണം എന്ന് ഓർത്തിരിക്കുക. അല്ല, ചുമ്മാ തമാശല്ല, നമുക്കൊരു ആഗ്രഹമാണ് മാർപ്പാപ്പയെ ഒന്ന് കാണണം എന്നുള്ളത്. ഞാൻ ഷർട്ടാണ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഞാൻ ടീഷർട്ട് നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലിലുള്ള സ്പെഷ്യൽ ഷർട്ടാണിത്. ഷർട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്കൊരു 2 അലമാരി നിറച്ച് ലൂയിസ് ഫിലിപ്പിൻ്റെ, വാൻ ഹുസൈൻ്റെയും ഷർട്ടുകളുള്ള ആളാണ്. ഇത് ഞാൻ ഇട്ടുപോയി, വർക്കിന് കയറിയപ്പോൾ ഇട്ടുപോയി. ഇനി ഇത് മാറിയല്ല. വലിയ കൂടട ഒപ്പിര് അല്ല ചേച്ചി. മനസ്സിലായി. ഇല്ല, കുഴപ്പമുണ്ടോ? ഗേജ് നോക്കി. ഗേജില്ല, നല്ല ഗേജുള്ള പേരുണ്ടോ നമ്മുടെ? സോൾഡർ ചെയ്യണ ഇത് അഴിക്കണമല്ലോ. ആ സബിൻ്റെ പേരാണോ? ഓക്കെ. അപ്പോൾ അത് കൊടുത്തു. നല്ല വയറ്. എന്തായാലും നീട്ടത്തിൽ വയറ് ഇടണോ? അത് വയറ് എത്ര നീട്ടത്തിലിടണോ?
അല്ല അത് മാറ്റാനാണ് ഞാൻ ചോദിച്ചത്. വേറെ വയർ ഇടാൻ വേണ്ടി ചോദിച്ചത്. എന്തായാലും നീളത്തിൽ വയർ ഇടണോ? ഈ സബ് ഫ്രീ വർക്ക് ചെയ്യും, അത് നമുക്ക് കുഴപ്പമില്ല. അപ്പം നമുക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പുതിയ വയറുകളാണ്, മറ്റേ വയർ ചള്ളല്ലേ. അത് വേണ്ട, പ്ലഗ് വേണ്ട, നമ്മൾ ഇത് നേരെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യും. അതിൻ്റെ ഒരു സാധനം വേണം, നമുക്ക് സ്പീക്കർ മാത്രം മതി. നിലത്ത് വെച്ചാൽ മതി. ഒരു 3 മീറ്റർ ഇട്ടേക്കാം. എടാ ഒരു 3 മീറ്റർ എടുത്തോടാ, 3-4 ഇട്ടേക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒതുക്കി വെക്കണം എന്നുണ്ടല്ലേ. ഒരു 3-4 മീറ്റർ എടുത്തു. അത് കളഞ്ഞേരെ, പഴയ ഇട്ടിരിക്കുന്ന വയർ കളഞ്ഞേരെ. അത് കട്ട് ചെയ്ത് വന്നിട്ട് ത്രൂ ലൈൻ എടുത്തിട്ടാൽ മതി. പുറത്തേക്ക് ലൈൻ എടുക്കാൻ എവിടെയാ തുളയുള്ളത്? എവിടെയാണ് ഇതിന് വേണ്ടി പണിതിട്ട് കാര്യമുണ്ടോ? ഈ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ കൊണ്ടുവന്നാൽ എനിക്കറിയാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു സെറ്റാത്. ഞങ്ങളത് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല, ഇപ്പോൾ ഓരോന്ന് നോക്കുമ്പോൾ അതെല്ലാം പൊടിഞ്ഞിരിക്കുക. ശരിയാക്കി എടുക്കണമെന്ന് ആ പഴയ മൈൻഡ് വെച്ച് നമുക്ക് ഈ കൊണ്ടിരുന്ന ആളെ പോലെ തന്നെ നമുക്കും ആഗ്രഹമാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സെറ്റായതൊക്കെ, മനസ്സിലായില്ലേ. പക്ഷേ അതിനൊരു ആയുസുണ്ടെന്നും ഇത്ര നാളത്തേനും അത് വർക്ക് ചെയ്യുള്ളെന്നും ചിന്തിക്കാനുള്ള ബോധം എനിക്ക് പോലും ഇല്ലായിരുന്നു ഇത്ര നാളായിട്ട്. ഏത് കൊണ്ടുവന്നാലും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പണിയായിരുന്നു. ഇപ്പം ഞാൻ ആ മൈൻഡ് മാറ്റി, ഒന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് മനസ്സിലായി. എ ക്ലാസ്സാണ് നല്ല, ബി ക്ലാസ്സാണ് നല്ല, സി ക്ലാസ്സാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. കാളവണ്ടിയായിരുന്നു നല്ലത്. അത് കഴിഞ്ഞ് പിന്നെ വേറെ പിന്നെ ഇപ്പോൾ വോൾസ് വാഗൻ അല്ലെങ്കിൽ നമ്മുടെ ബെൻസിൻ്റെ കാറിൻ്റെ ചരിത്രം എടുത്താൽ അറിയാമല്ലോ. ബെൻസ് ആദ്യം ഓടിച്ചുകൊണ്ടിരുന്ന 2 വലിയ വീല് വെച്ചല്ലേ. ഇന്ന് ബെൻസ് എത്ര ഡെവലപ്പായി എന്ന് പറഞ്ഞ പോലെ ഓരോ കാലം അനുസരിച്ച്. ഇനിയിപ്പോൾ ഇച്ചിരി ഇപ്പോൾ ഒരു ചെറിയ ഇതിൻ്റെ 5.1 ഉണ്ടായിരുന്നു, 5.1 ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. ഈ 5.1 നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി പൈസയാണ്. പിന്നെ ഇന്ന് പണ്ടത്തെ പോലെ ആരും സിനിമ കാണാനൊന്നും ഇരിക്കുന്നില്ല. ആർക്കും 5.1ൻ്റെ സൗണ്ടൊന്നും വേണ്ട. അവർക്ക് പാട്ട് കേൾക്കുക, എവിടെയെങ്കിലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല ഇടിപ്പുള്ള ഒരു പാട്ട് എവിടുന്നെങ്കിലും വരിക, അടുത്ത് പോലും പോയി ഇരിക്കേണ്ട കാര്യമില്ല. അല്ല അതൊക്കെ അങ്ങനെയാണ്, ഒരു ആഗ്രഹമല്ലേ ഓരോ സമയത്ത്. ഒരു പ്രയോജനമില്ല, 5ൻ്റെ പൈസ കിട്ടുകയില്ല. ആക്രിക്കാരൻ തൂക്കിയെടുക്കും 25 രൂപ കിലോയ്ക്ക്. അതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ മുറി കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഴയ സെറ്റുകളെല്ലാം കൂടെ കിലോയ്ക്കാണ് തൂക്കി കൊടുത്തത്. പഴയ TV അതെല്ലാം കഴിഞ്ഞ് ഈ കിലോയ്ക്ക് തൂക്കെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇതെല്ലാം ചുമന്ന് വണ്ടി പിടിച്ചു, എല്ലാം ഒത്തിരി പൈസയായി, എന്തായാലും വേണോ എന്ന് ചോദിച്ചു. പറഞ്ഞ മനസ്സിലായി. എന്തോ നക്കാപ്പിച്ച് തന്നിട്ട് പോയി. പിന്നെ നമുക്കത് അവിടെ നിന്ന് മാറേണ്ട ഒരാവശ്യമായിരുന്നു. ഇത് ലോഡ് കണക്കിന് സാധനം കയറിപ്പോവാം. അതുകൊള്ളല്ലേ. നമ്മുടെ സ്ഥലം നിങ്ങൾ ആലുവ അല്ലേ? ആലുവ. ഇന്ന് എന്നാണേലും ഒരു ഒരുത്തനെ വിളിക്കുമ്പോൾ സാറ് ഇവരോട് വന്നല്ലോ, വേറെ ആളാണ്. എന്നാൽ ഇപ്പോൾ ഒരു വെപ്പ് വരെ വിട്ടേക്കാം. ഓക്കെ. ഇത് അവിടെ വെച്ചേരാ, ശരി, അവിടെ കൊണ്ടുപോയി വെച്ചേരാ. അതല്ലേ വെച്ചു, അവിടെ വെച്ചു. 3 മീറ്റർ എടുത്തു, അല്ല 4 മീറ്റർ എടുത്തു. ഇന്ന് വണ്ടി അധികം വഴിയിലില്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇലക്ഷൻ്റെ ഇന്നാണ് കൊലാശക്കൊട്ടും തോന്നുന്നു അല്ലേ? പിന്നെ പെട്ടെന്നായതുകൊണ്ട് ആർക്കും അധികം ഓളമില്ല. കലാശക്കൊട്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി നമുക്കുണ്ടല്ലോ ഇവിടെ. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് കലാശക്കൊട്ടില്ല, പോസ്റ്ററില്ല, ഒരു സാധനമില്ല. പ്രചരണങ്ങളെന്ന് പറഞ്ഞാൽ പൈസ മുടക്കിയുള്ള പ്രചരണമില്ല. പുള്ളി ഇങ്ങനെ നടക്കും, കൂടെ അവന്മാർ വരും, നമ്മുടെ പ്രവർത്തകർ വരും. ഒരു വീട് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പുള്ളി ഓടുക. ഇവന്മാരെല്ലാം വയറും വെച്ച് ഭയങ്കര പാടുപെടുന്നുണ്ട് കുറേ ഓടാൻ. പുള്ളി നല്ല ഓട്ടം. പുള്ളി ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീട് ഉമ്മൻചാണ്ടി പറയുന്ന പോലെ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് നമുക്കങ്ങ് ഓടിയാലോ
ക്യാമറാമാൻ സായത് ഓടുവാണ്. വെറൈറ്റി മുതല ഉമ്മൻചാണ്ടിയുടെ അപ്പന ചാണ്ടി ഉമ്മൻ. എന്തോ അതെന്നെ പുള്ളിക്കാരെയും പുള്ളി പെണ്ണൊന്നും കെട്ടിയിട്ടില്ല. പക്ഷെ കൂടെ വരുന്നതെല്ലാം നമ്മളെപ്പോലെ ഇച്ചിരി വയറൊക്കെ ചാടിയ അനങ്ങാക്കള്ളന്മാരാ. അവരങ്ങ് പ്രയാസപ്പെടുകയായിരുന്നു, ശ്വാസം വലിക്കുക ഇങ്ങനെ നിന്നിട്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരും ചെയ്യാത്ത ഐഡിയാസൊക്കെയാണ്. പിന്നെ കൂടെയുള്ള പ്രവർത്തകർക്ക് ചിലപ്പോൾ ഈ കലാശക്കൊട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും എന്ന് പുള്ളി പറയുന്നു. ആ ശല്യമാവുന്നേ, ചുമ്മാ ശല്യമല്ലേ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ എല്ലാവരും എല്ലാം ഓരോ കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കും. അത് നോക്കാം. ഇത് 2 സ്പീക്കറോടെ വെച്ച് ഇത് കേൾപ്പിച്ചിട്ട് 4 കൂടെ വെച്ച് കേൾപ്പിക്കും. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണന്മാരും ഉണ്ടോ വീട്ടിൽ? ആ ഇപ്പം പണിയാവും. ഇൻസ്റ്റാഗ്രാമും എല്ലാം ആയി. വിടാൻ വേറെ അപ്പം അതും കൂടെ നോക്കിയാലോ മാനെ. ആ സെൻട്രൽ സ്പീക്കറും 8 തന്നെയാണോ നോക്കിക്കേ. അത് 2 സ്പീക്കറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സെൻട്രൽ സ്പീക്കർ ആദ്യം നോക്ക്. ഷോൾഡർ ചെയ്യണ്ടെന്നേ. അത് 2ആയിട്ട് കൊടുത്താൽ അവർ കൊടുത്തോളും. അതായത് പാരൽ ചെയ്താൽ മതി. 8 ohms ഉണ്ട്, 2 ഇങ്ങനെ പാരൽ ചെയ്താൽ മതി. പോസിറ്റീവ് എന്നിട്ട് അങ്ങ് കൊടുത്താൽ അപ്പോൾ 4 സ്പീക്കർ കൊടുക്കാം. അതിൽ സെൻട്രൽ സ്പീക്കർ കഴിവത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ സെൻട്രൽ സ്പീക്കറിന് ഓംസ് വ്യത്യാസം കാണും. 2 സ്പീക്കർ കൊടുത്തിട്ട് കാണും. ചിലപ്പോൾ അവർ അത് 8 ohms സീറ്റിൽ 4 ohmsൻ്റെ 2 ആണോ എന്ന് നോക്കാം. ഇപ്പോൾ നോക്കാം എത്ര കാണിക്കും നോക്കി. എന്തോ ഓംസിലിടടാ.
ഈ ചെറുത് 4 ഉണ്ടോ സാറിൻ്റെ? ചെറുത് 4 ഉണ്ടോ? അപ്പോൾ അത് പാരൽ ചെയ്താൽ മതിയേ. ആ സെൻട്രൽ ആ നീളം കൂടി അങ്ങ് ഒഴിവാക്കിയാൽ അതിന് ഓംസി ചെറിയ മാറ്റമുണ്ട്. 2 സ്പീക്കർ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങനെ പാരൽ ചെയ്തിട്ട് മറിക്ക് പാരൽ ചെയ്തിട്ട് എന്തെങ്കിലും ഈ സൗണ്ട് ഓഡിയോ കട്ടാവുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്താൽ, ഇപ്പോൾ പാരൽ ചെയ്തിട്ട് ഇതിപ്പോൾ 2 എണ്ണം പാരൽ ചെയ്ത് അങ്ങനെ വന്നാൽ ഈ ഒരു സീരിയൽ ചെയ്യാന്ന് പറയും. ഈ ഒരെണ്ണം ഒരു ലൈന് ഈ വരെയുള്ളത് പോസിറ്റീവ്, ഈ പോസിറ്റീവ് കൊണ്ട് ഈ നെഗറ്റീവ് കൊടുക്കണം. എന്നിട്ട് ഇതങ്ങ് ഇൻസുലേറ്റ് ചെയ്തേക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ അമ്പയിലോട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? പാരൽ കൊടുക്കുമ്പോൾ ഇതൊരു 6 ohms ഒക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പാരൽ കൊടുക്കുമ്പോൾ 3 ohms വരും. അപ്പോൾ എന്തെങ്കിലും ആംപ്ലിഫയർ പ്രശ്നം ഉണ്ടെങ്കിൽ ആംപ്ലിഫയർ വിട്ട് കേൾക്കും. നമ്മൾ ഇത് പ്രൊട്ടക്ഷനുള്ള ഒന്ന് പാടിയിട്ട് ഒരു ലൈൻ പാടിയിട്ട് കട്ടാവും, വീണ്ടും കട്ടാവും, അങ്ങനെ വിട്ട് കേൾക്കും. അപ്പോൾ ഓംസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഒരെണ്ണമായിട്ട് കൊടുത്തപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ 2 എണ്ണമായിട്ട് പാരൽ ചെയ്യുമ്പോൾ അല്ല, നമുക്ക് 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളെങ്കിൽ ഇതങ്ങ് നേരെ കൊടുത്തേച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അത് 4 കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, പാക്ക് ചെയ്തു. ഏറ്റവും നല്ല ഇതാണ്. ഇത് തന്നെ ആവശ്യത്തിന് അധികം സൗണ്ടുണ്ട്. ഇത് തന്നെ വീട്ടുകാരെ ഇറക്കി വിടും. ആ, പലപ്പോഴും ഒരു പാട്ട് കേൾക്കുന്നല്ലേ ഉള്ളൂ. ആ, ടി വിയെ കൊടുത്തിടാൻ ടി വിയുടെ സൗണ്ടും കേൾക്കാം. ആ, ഓക്സിജനിൽ കണക്ട് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഡിഷാന്ന് എടുത്ത് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടി വിയുടെ ഓക്സ് ഔട്ട് എടുത്ത് കൊടുക്കാം. പിന്നെ ടി വി പുതിയതാണ്, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. പുതിയ ടി വിക്കെല്ലാം ബ്ലൂടൂത്ത് ഉണ്ട്. ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക, ഡയറക്റ്റ് കണക്ട് ചെയ്യുക, ഒരു വയറും വേണ്ട. നല്ല പർക്കാ വർക്ക് ചെയ്യും. ഇപ്പോൾ ഡോൾബി ഡീറ്റെയിൽസ് ആണ് വരുന്നതെങ്കിൽ അതിവിടെ വന്നോളൂ. ഇതിപ്പോൾ ഒരു വർഷത്തിന് പുതിയ അടുത്തതിന് വരുന്ന ചിലപ്പോൾ ഇതിൻ്റെ പകുതിയുള്ളതായിരിക്കും ഞാൻ അടുത്ത് വരുന്നത്. ഇനി ചെറുതായിക്കൊണ്ടിരിക്കുന്നതല്ലേ ലോകം. ഇപ്പോൾ എല്ലാം ചെറുതല്ലേ. ഇപ്പോൾ ടി വിക്കകത്ത് ഇത് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ആംപ്ലിഫയർ ഇത്രേ ഉള്ളൂ. ടി വിയുടെ ഓഡിയോ ആംപൈസി. അത് കൊയിലൊന്നുമില്ല, 2 IC മാത്രം വെച്ച്. അതെന്നാണ് ടി വിക്ക്, അതുകൊണ്ട് ആ ടി വിക്ക് സൗണ്ട് കുറവ്. ഈ മൊബൈലിനകത്ത് വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. മൊബൈലിൻ്റെ ഓഡിയോ ക്ലാസ് D അതുകൊണ്ടാണ് മൊബൈലിന് ഇത്ര ഓഡിയോ ചെയ്യാൻ പറ്റുന്നത്. ഇത് വന്നിട്ട് അധികം നാളെ 15 വർഷമായിട്ടുള്ള ടെക്നോളജിയാണ്, പുതിയതൊന്നും അല്ല. അത് നമുക്ക് വില കുറഞ്ഞ് ഇപ്പോൾ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പേറ്റൻറ്റ് കാലാവധി ഉണ്ട് ഒരു പുതിയ ടെക്നോളജി വന്നാൽ. ആ 15 ഇയർ കഴിഞ്ഞ് ആർക്കും കയറി ഉണ്ടാക്കാൻ ആരും ചോദിക്കില്ല. അങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടുന്നു. ഒന്നും ആർക്കും വേണ്ട. അതൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഈ പാർട്ടി സ്പീക്കറൊക്കെ എല്ലാ വീട്ടിലും ആണ്ട് എന്തേരെ കൊണ്ട് നന്നാക്കാൻ വെച്ചിരിക്കുന്നത്, എല്ലാം കംപ്ലൈൻറ്റ്. ഓരോ കാലത്തും ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ എല്ലാം കളഞ്ഞ് മൊബൈലിൽ ചൊതുങ്ങിയില്ലേ. എല്ലാ കാര്യവും മൊബൈലല്ലേ നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു പൈസ ട്രാൻസ്ഫർ ചെയ്യെങ്കിൽ മൊബൈലിൽ, എന്തെങ്കിലും ഫോട്ടോ ഇടണ മൊബൈലിൽ, ക്യാമറ മൊബൈൽ, ഓഡിയോ റെക്കോർഡിങ് മൊബൈലിൽ, സകല തെളിവും മൊബൈലിൽ, അങ്ങനെ ആയി മാറി. സോണി ചെയ്തൊരു അബദ്ധം ഇത്രേ ഉള്ളൂ. മൊബൈൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ് അവർ ചെയ്ത ഒരു അബദ്ധമുള്ളൂ. പണ്ട് വയോ നിർത്തിയിട്ടുണ്ട്, പല സാധനം നിർത്തിയിട്ടുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ മൊബൈൽ നിർത്തിയത് ഒരു മണ്ടത്തരമായിപ്പോയി. അതാ എറിക്സനുമായിട്ടുള്ള ഒരു ഇതിൽ വന്നതാണ്. കൊളാബറേഷൻ അടിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കുട്ടിക്ക് ജനിച്ച് അതും നോക്കിക്കൊണ്ട് അത് ചുമ്മാ എടുത്ത് വെച്ചാൽ മിനി നിർത്താം. അത് കൂട്ടി പേപ്പർ ഉണ്ട് ഇവരുടെ കൂട്ടി അല്ലേ, എബ്രാഹിം. അതെ. അത് നിങ്ങൾ എബ്രാഹിം എന്ന് പറയും, ഞങ്ങൾ എബ്രാഹിം എന്ന് പറയും. എല്ലാം ഒരാൾ തന്നെ. ഇതിലൊന്നും വലിയ കഥയൊന്നും അത്രേ ഉള്ളൂ. അതിനാണ് ഇവിടെ കിടന്ന് അടിയും പിടിയും. എന്നാ ചെയ്യുമോ? എല്ലാവരും സ്നേഹത്തിൽ പോവാണെങ്കിൽ ഈ ലോകം എത്ര മനോഹരമാണ്. ഗൾഫിൽ നല്ല സ്നേഹം. ഇപ്പൊ ഗൾഫിലുള്ളവർക്ക് എന്നിട്ട് അവിടെ ഇപ്പൊ ജീവിക്കാൻ മേലാത്ത അവസ്ഥ ആയില്ലേ, അലമ്പായില്ലേ. ജീവിതം എന്നാന്ന് കണ്ടു കഴിയുമ്പോ ഇതിലൊക്കെ വലിയ കാര്യമില്ലെന്ന് മനസ്സിലാവും. ഞങ്ങൾക്ക് ഉള്ള കാര്യം പറയാം, രാഷ്ട്രീയം പറയാം. നമ്മൾ ജനിച്ചു പോലെ നമ്മൾ അടുത്തിരുന്ന ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് നോക്കിയല്ല നമ്മളൊന്നും വളർന്നു. ഇപ്പോഴാണ് ഇതൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പോഴാണ് ഭയങ്കര അവൻ ഹിന്ദു ആവും മുസ്ലിം ആണെന്നുള്ള ഒരു വർഗീയ രീതിയിലുള്ള വർത്തമാനവും കാര്യങ്ങളും.
നമുക്ക് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഉപകാരപ്പെട്ടിരിക്കുന്നത് വേറെ ആൾക്കാരെയാണ്. പറഞ്ഞു മനസ്സിലായി, പലപ്പോഴും പല കാര്യങ്ങളിലും വ്യക്തിപരമായിട്ട് പറയാം. അപ്പം ഇന്ന ആളാണോ നോക്കിയല്ല ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ല പ്രവണതയല്ല ഈ പ്രവണത. ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഫാമിലി ആയിട്ട് അവന്റെ വീട്ടിൽ പോയി അതെ അതെ ഭക്ഷണം കഴിച്ച് ആ അങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരാ. ആ നമ്മുടെ മനസ്സിലേക്ക് കയറായിരുന്നേ. നമ്മുടെ മനസ്സിൽ കയറിയല്ല, പക്ഷെ പുതിയ പിള്ളേരുടെ മനസ്സിൽ കയറും. അവരെ ചെറുപ്പം തൊട്ട് അത് പഠിപ്പിക്കുക എന്ന് പൊതിഞ്ഞു കൊടുക്കുക. നമ്മുടെ മനസ്സിലൊന്നും കയറിയല്ല. നമ്മളിതൊക്കെ എന്തേരം കണ്ട അത് കയറാത്തതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇപ്പോഴും ലോകത്തിൽ പോകുന്നത്. ആൾക്കാർക്ക് അത് പെട്ടെന്ന് കത്തും. ആ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാല് ചിന്തിക്കൂല ആൾക്കാർ. അല്ല, ഗൾഫിലൊക്കെ ഒന്ന് പോയിട്ട് ജോലി ചെയ്ത ആൾക്കാർക്കൊക്കെ ബോധം വരും. മനസ്സിലേക്ക് ആ എല്ലാ ആളുകളായിട്ട് ഒരുമിച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറച്ചാൾ പെടണം. ഇങ്ങനെയുള്ള ആളുകളെ ആ അവിടെ ചെന്ന് പഠിക്കണം. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയം. അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് തമ്മിൽ തല്ലിക്കുക. ഇത് ബ്രിട്ടീഷുകാരുടെ പണ്ടത്തെ നയം ഇതാണ്. ബ്രിട്ടീഷുകാർ സ്പ്ലിറ്റ് ആൻഡ് റൂളാണ് അവരുടെ പരിപാടി. അതായത് ഒരു രാജ്യത്ത് വന്നിട്ട് ആ രാജ്യത്തിലുള്ള ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്ത് അവരെ തമ്മിൽ തല്ലിച്ച് അവരുടെ മേളിൽ മേധാവിത്വം സ്വീകരിച്ച് ഭരണം നടത്തുക. ഇതാണ് പരിപാടി. അതേ പരിപാടി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നിട്ട് പല ആൾക്കാരും മരിച്ചു പോവുക, പല ആൾക്കാരും അംഗവൈകല്യരാകുക, പല ആശ്രിതർ പോവുക. ഒരു യുദ്ധവും ആർക്കും ഒന്നും നേടിക്കൊടുത്തിട്ടില്ല ഇന്ന് വരെ ലോക ചരിത്രത്തിൽ നേടിക്കൊടുത്തില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവനായിരിക്കും നമുക്ക് ഉപകാരം. നമ്മളെന്തിനാ ആൾക്കാരെ പറയുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പോകുന്നു. അപ്പോൾ കാണാം. ആ സന്തോഷം. ഓക്കെ. അയച്ചു തരാം. ആ ഇന്നും കൊണ്ട് ഈ ബഹളം തീരുമല്ലോ അല്ലേ? ആ പരിപാടി കഴിയുന്നു. അപ്പോൾ സാർ എന്നാ തീരുമാനിച്ചു? ആമ്പ് മാത്രം മതി അതോ സ്പീക്കർ വേണം? പൈസ കയ്യല്ല. നമുക്ക് സ്പീക്കർ അടുത്ത സ്റ്റെപ്പ് മേടിക്കാമെന്ന്. എല്ലാം ഒന്നിച്ച് മേടിക്കണമെന്നില്ല. ഒരാമ്പൂടെ തന്നെ മിനി ഉണ്ടാക്കി വെച്ചിട്ടില്ല ആവശ്യം പോലെ. പിന്നെ അപ്പുറം പോയി ഒരു പാക്കറ്റ് പാല് മേടിക്കണം. എന്നിട്ടൊരു നല്ല ചായ ഇട്ടുണ്ടാക്കാം. ഉണ്ടാക്കിയോ? ഇത് ഞങ്ങൾ ചെയ്തോളാം, കുഴപ്പമില്ല. ഈ ഹോട്ടലിലൊന്നും ചായ ഇല്ലല്ലോ. സ്പീക്കർ രണ്ടെണ്ണം വേണോ? സ്പീക്കർ നമുക്ക് കുറഞ്ഞത് എടുത്തിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ നല്ല മേടിക്കണം. അത് പിന്നെ അത് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കുറഞ്ഞ മേടിക്കുമ്പോൾ അത് സാധനം പെട്ടെന്ന് പോവുകയും ചെയ്യും. അല്ല, ഇതിപ്പോൾ ആൾക്കാർ അങ്ങനെ ഒരു ട്രെൻഡിലായിട്ടുണ്ട്. ഇപ്പോൾ മിനിമം സോണിയാണ് നമുക്ക് ഏറ്റവും നല്ലത് വില കുറഞ്ഞ് കിട്ടുന്നത്. അത് വില കുറഞ്ഞതുകൊണ്ടല്ല, സോണി വില കൂടുന്നതിന് മുമ്പ് നമുക്ക് ബില്ലടിച്ച് കിട്ടിയതുകൊണ്ട്. അതായത് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് ബില്ലടിച്ച സാധനം എൻ്റെ ഇരിപ്പുണ്ട്. അത് നമുക്ക് 4990 കിട്ടും. 3 വേ ആണ്. ഒരു ട്യൂട്ടറുണ്ട്, മിഡ് റേഞ്ച് ഉണ്ട്, ഊഫറും ഉണ്ട്. അത് 2 ഉണ്ടെങ്കിൽ ധാരാളം നമുക്കിത് പാട്ട് കേൾക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ സബ് ഊഫർ വേണേൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മാത്രം മതി. സബ് ഊഫറിന് സെപ്പറേറ്റ് വോളിയം കൺട്രോളാണ്. ഇത് നമ്മൾ താത്തിട്ടച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ആ രണ്ടും, അത് ഒന്ന് ഫ്രീക്വൻസി ഒന്ന് ഓഡിയോ, ആ രണ്ടും സബിന് വേണ്ടി മാത്രമുള്ള സാധനം. ചായപ്പൊടിയുണ്ട് ഇവിടെ. ഈ വാട്ടർ ഹീറ്റർ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ 100 പോലെ വെള്ളം വരുള്ളൂ. വളരെ ചെറുതായിട്ടേ വരുള്ളൂ. ചൂടാവുന്നുണ്ട്, നല്ലപോലെ ഹീറ്റാവുന്നുണ്ട്. പക്ഷെ നമുക്ക് വരുന്ന വെള്ളത്തിൻ്റെ അത് ഇച്ചിരി നാരോയാണ്. ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്ററാണ്. അതാ പിടിപ്പിച്ചവൻ്റെ ആണോ? എനിക്കങ്ങനെ തോന്നിയായിരുന്നു. അവൻ്റെ പിടിപ്പീരുകാരൻ്റെ ആണോ? ഇച്ചിരി വെള്ളം വരേണ്ടതല്ലേ? ആ, അവൻ വലിയ വെളിവില്ലാത്തവനാണ് പിടിപ്പിച്ചത്. അല്ല, അന്നേരം തൊട്ടേ അങ്ങനെയാണ്. ആ, അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇട്ടിട്ട് ഉടനെ തന്നെ വെള്ളം ഒരു കർമ്മനാണ് പിടിപ്പിച്ചത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഇതിൻ്റെ എയർ വരുന്നുണ്ട്. എയർ വരുമോ അതിന്? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഹീറ്റർ ഇട്ടിട്ട് കുറച്ച് നേരം പഴയതാ. അന്ന് തൊട്ടേ ഇതാ കംപ്ലൈൻറ്റ്. 10 വർഷം. ഇപ്പോഴും അതാ ഉപയോഗിക്കുന്നത്. കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. കാവൽസിൻ്റെയാണ് അത്. അന്നും ഇത് ഈ ഹീറ്റർ ഇട്ടിട്ട് ഉടനെ തന്നെ പിന്നെ നമ്മൾ ടാപ്പ് ഓൺ ചെയ്തില്ല, ഇതിനകത്ത് എയറാവും. എയറായിട്ട് പിന്നെ എയർ വേറെ തുറന്നു വിട്ടെങ്കിലേ ഇത് വെള്ളം വരുള്ളൂ.
ഭയങ്കര ഒരു തലവേദന സാധനം. ഇത് എത്ര രൂപ ഇതിന്? ഇതിന് 4000 രൂപ. നമുക്ക് ആവശ്യമുള്ളൊരു ഒരു സബ്വൂഫർ വെക്കാം, അത് സോണി വെക്കാം, JBL വെക്കാം, പൈനിയർ വെക്കാം, സ്പീക്കർ വെക്കാം, ബ്ലൂ പന്ത് എടുക്കാം, സോണി എടുക്കാം, JBL എടുക്കാം. ഡി ടൈപ്പ് സ്പീക്കർ. അത് 4990. ആ, അത് 3 വേ ആണ്. ഒരു ട്യൂട്ടറും ഒരു മിഡ് റേഞ്ചും ഒരു ഊഫറും ഉണ്ട്. അപ്പോൾ ഈ വീട്ടിൽ വെക്കാൻ അത് പോരെ? ആ, ധാരാളം മതി. ആ, അതിൻ്റെ സൗണ്ട് അത് നല്ല ക്വാളിറ്റിയാണ്. 3 വേ ആണ്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. സാറിന് ഇപ്പോൾ വേണോ അതോ പിന്നെ ഉള്ളോ? നോക്കിയെന്നുള്ളോ? പിന്നെ വരുമ്പോൾ സാർ ഇറങ്ങിയാൽ മതി. സെറ്റ് വരുമ്പോഴത്തേക്കും ഇതോ അത് സബൂഫറാണ്. അത് സബൂഫറാ. അതെന്താ റേറ്റ് വരും? അത് വരുമ്പോൾ 7000 രൂപ വരും. അത് തന്നെയോ? അത് സബൂഫർ ഒറ്റ വരണോ? ഇന്നിപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്ന ആൾ കൊണ്ടുവരേണ്ടത്. ജർമ്മനിയിൽ നിന്നല്ല, ഇറ്റലിയിൽ നിന്ന് പുള്ളി അത് കണ്ടിട്ട് പുള്ളിയും ഭാര്യയും കൊച്ചും കൂടെ വന്ന് ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് കൊണ്ടുപോയതുള്ളൂ. അതും നമ്മുടെ ആംപ്ലിഫയറും എല്ലാം കൂടെ പുള്ളിക്ക് ഇറ്റലിക്കുണ്ട്. അത് 12 ഇഞ്ച്. 12 ഇഞ്ചിൻ്റെ ഇത് 7000-ൻ്റെ, ഇത് 10,000-ൻ്റെ. 2 ടൈപ്പാണ്. വാട്സാപ്പിലുണ്ടോ? അല്ലല്ല, അത് സ്പീക്കർ മാത്രം. ക്വാളിറ്റി ഉള്ളത്. സോണിയുടെ മേളിലുള്ളത് 6 4 അത് 4990. ഇതാണ് 3290 ചെറുത്. പൈനിയറാണ് 6000. നമുക്ക് വീട്ടിൽ വെക്കാം സോണി ടൈപ്പ്. സോണിയുടെ അതും ഒരു സബ്വൂഫർ സോണിയുടെ എടുത്താലും മതി. സോണിയുടെ സബ്വൂഫറിന് 5990 ഉള്ളൂ. കിടക്കന ചീറ്റ് വിയറ്റ്നാം മമ്മിയുടെ വിയറ്റ്നാം ആയിരിക്കുന്നുണ്ടോ? ആയിരിക്കും സാധനം. അതൊന്ന് കാണിച്ചു പിന്നെ. ആയിരിക്കുന്ന മൊത്തം സോണിയുടെ. ചെറിയൊരു ബോക്സ് വേണമായിരിക്കും. ആ, പെട്ടിയുണ്ട്. പെട്ടിക്ക് 3000 രൂപ വരും, 3500 രൂപ വരും, 3200, പല ടൈപ്പ് പെട്ടിയുണ്ട്. പെട്ടിക്ക് തന്നെ 3 വരും. പെട്ടിക്ക് 3 വരും. വലുതാണോ? വലിയ ആണ്ട് ഇരിക്കുന്ന പെട്ടി ഒന്ന് കാണിച്ചു കൊടുത്ത മേനെ. പെട്ടി 3 രൂപ കുറവാ, 5 അല്ല അടുത്ത്. അതൊന്ന് എടുത്ത് നോക്കിക്കേ, അതിൻ്റെ വെയിറ്റ് നോക്കിക്കേ. ചെറുത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ബാസ് കുറയും. ആൾക്കാർക്ക് ഇത് ഇടിയാണ് വേണ്ടത്. ഇടി 12 ഇഞ്ച് 5 കൊള്ളായിരുന്നു. ഒറ്റ മോഡലേ ഉള്ളൂ, 12 ഇഞ്ചേ ഉള്ളൂ സോണിക്ക്. ഈ 12 ഇഞ്ച് താഴെയുള്ള പലതും കിട്ടുന്ന ഡൂപ്പാണ്. ഒറിജിനൽ കമ്പനികൾ മുഴുവൻ 12 ഇഞ്ച് അതിൻ്റെ പോവാം. സ്റ്റാൻഡേർഡായിട്ട് വെച്ചിരിക്കുന്ന 12 ഇഞ്ച്. JBL 12 ഇഞ്ച്, സോണി 12 ഇഞ്ച്. ഒരു 20,000 രൂപ ആവും പെട്ടി എല്ലാം കൂടെ വരുമ്പോൾ. അപ്പോൾ വേറൊരു ലെവലാണ്. 10 രൂപയിൽ നമുക്ക് ഈ ബ്രാൻഡഡ് ഒന്നും പറ്റിയല്ല. അത് ബോസ്ട്രിക് എന്നും ഒരു സാധനമുണ്ട്, അത് വെക്കാൻ പറ്റും. ബോസ്ട്രിക് ആണെങ്കിൽ അതെ. പിന്നെ അതിൻ്റെ സ്പീക്കറും ഉണ്ട്. കുഴപ്പമില്ല, നല്ല സാധനം. വില കുറഞ്ഞതിൽ അത് 6,990 വിലയുള്ള ഇപ്പം 3,750 രൂപയ്ക്ക് ലാസ്റ്റ് കിട്ടും. അത് വേണേൽ 3,750, പെട്ടിക്ക് 3000, പിന്നെ ആമ്പ് 4000, 10,750 ഇതാവും. സ്പീക്കർ വേണേൽ വേറെ മേടിക്കണം. സബ്വൂഫറും ആമ്പും കൂടെ 10,750. പിന്നെ സ്പീക്കർ വേണമെങ്കിൽ സ്പീക്കർ ഏറ്റവും കുറഞ്ഞ സോണി എടുത്താൽ പോലും 4,990 പ്ലസ് 850 പ്ലസ് 850 എന്നാ കാണിച്ചാലും 17,500 രൂപ ആവും. 25 ഇവിടെ 25-ൻ്റെ കൂടുതൽ എല്ലാവരും എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാരല്ല, അവരെല്ലാം ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരം, കരുനാഗപ്പള്ളി അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അത് പഴയതല്ലേ, അതിന് പോലെ അല്ലല്ലോ ഇത്. അത് സെക്കൻഡ് ഹാൻഡ് സാധനം, എപ്പോൾ വേണം പൊടിഞ്ഞു പോകുന്ന സാധനം. നമ്മൾ കിടക്കണ്ടതേ, നമ്മൾ ചെറിയ വോളിയം വെച്ചാൽ മതി. കിടക്കണ്ടപ്പോൾ കിടക്കുക, എപ്പോഴും ഓരോ മൂടല്ലല്ലോ. ആ, വലുതാകും തോറും ആ കിട്ടുന്ന ആ വോയിസിനുള്ള ഒരു ആ ബാസ് ഉണ്ട്, ആ ട്രിബിൾ ഉണ്ട്, അതെല്ലാം. ഇതിപ്പോൾ നമുക്ക് റേഡിയോയിൽ പാട്ട് കേൾക്കാം അല്ലേ? പണ്ടൊക്കെ നമ്മൾ റേഡിയോയിൽ പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് ടേപ്പ് റെക്കോർഡ് വന്നു, ഹോ ബാവു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. സ്റ്റീരിയോ കണ്ടു, നമ്മൾ ഭയങ്കര സംഭവമായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഡെക്ക് സെറ്റുകൾ വന്നു. അത് കഴിഞ്ഞ് 5.1 ഹോം തിയേറ്റർ വന്നു.
ഇന്നിപ്പം നമുക്ക് എന്നാ വണ്ടിയെ പോലും 12 ഇഞ്ച് സബ് വൂഫർ കയറ്റിയിട്ട് ഇത് കൂട്ട് 1000 വാട്ട്സിൻ്റെ ആമ്പാണ് വെച്ചിരിക്കുന്നത്. ആമ്പിന് 14,000 രൂപ വില ആമ്പ്. ഈ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട് മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്. ടി വി മേടിക്കുന്ന പോലെ ഒന്നുമല്ല, വലിയ എമൗണ്ടാണ്. സോണ് ആ സബ് വൂഫർ ആമ്പിന് തന്നെ 14,000 രൂപ വില. പിന്നെ അതിൻ്റെ നല്ല സബ് വൂഫറിന് 10,000 രൂപ വില. ഇവിടെ മാർക്കറ്റിൽ കൂടുതൽ കിട്ടുന്നതും ഡ്യൂപ്ലിക്കേറ്റാണ്. എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലാണെന്ന് ഓർത്താണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ, പറയുന്നവൻ കേൾക്കട്ടെ. പണ്ട് കർത്താവ് പറയുന്ന പോലെ ചെക്കാൻ കഴിവുള്ള കേൾക്കട്ടെ. നമ്മളിവിടെ സോണി മാത്രം പണ്ട് തൊട്ട് വിറ്റുകൊണ്ടിരുന്നതിനാ നല്ല സാധനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. എനിക്ക് പൈസ വേണ്ട, അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ എത്തിക്സിന് അത് അനുയോജ്യമല്ല. അങ്ങനെ നമ്മുടെ കുടുംബത്താരും പൈസ ഉണ്ടാക്കിയിട്ടുമില്ല. ആ പൈസ കൊണ്ട് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്പർ 2 ബിസിനസ് നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ലെന്നുള്ളൂ. ചെയ്യാനാണ് നമുക്കറിയാം. ഇതിൻ്റെ നാവരത് അനുസരിക്കുക. തന്തയെ മാതൃകയാക്കി എടുക്കും അവർ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പനായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ മാതൃക. ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ഇലക്ട്രോണിക്സ് പഠിപ്പിച്ച് എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ അപ്പനാണ്. കാരണം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ 2 ബാറ്ററി എടുത്ത്, ടോർച്ചിൻ്റെ 2 ബാറ്ററി എടുത്ത് ഒരു ബൾബ് വയറ് കൊടുത്ത് കത്തിക്കാൻ എന്നെ പഠിപ്പിച്ച പുള്ളിയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതാണല്ലോ ആദ്യത്തെ നമ്മുടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു ബൾബിനെ പുറത്തെടുത്ത് ബൾബ് കൂട്ടിമുട്ടിച്ച് കത്തിക്കുക. അതൊരു അത്ഭുതമല്ലേ? അത് വെളുത്തിരിക്കുന്ന ഒരു സാധനം ബൾബായിട്ട് പുകയുന്നു എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കമ്മിറ്റ്മെൻറ്റഡ് ആവും. നമ്മൾ അതിനു വേണ്ടി ഒത്തിരി സമയം ചിലവാക്കും. നമ്മൾ അതിനു വേണ്ടി ഇരിക്കും. കട ഞാൻ മുമ്പോട്ട് നമുക്ക് ഭയങ്കര മടുപ്പാണ്. കാരണം രാവിലെ തൊട്ട് അതേ ഞങ്ങൾ ഈ 5 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോകുന്നത്. കാരണം ഒത്തിരി നേരം ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. അപ്പം ശരി, ഇതുകൊണ്ട് ആൻഡ്രോയിഡ് ബോക്സ് കൊണ്ട് സെറ്റ് ചെയ്യുക. ആ ഓക്കെ ഓക്കെ ആ ശരി. ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ.